നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ജ്ഞാനമില്ലാത്ത അവസ്ഥയാണ് വിഷമം. എല്ലാ ദുഃഖത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള കാരണം അറിവില്ലായ്മയാണ്. ആക്ച്വലി കൃഷ്ണ ആരാണ്? കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്നാണ് പറയുക. അപ്പം ലോകത്തിന് മുഴുവൻ ഗുരുനാഥനാണ്, അല്ലെങ്കിൽ ദേവകീ സുതനാണ് എന്ന് പറയുന്നു, ഗോപികാനന്ദനാണ് എന്ന് പറയുന്നത്. പല ഡയമെൻഷൻസിൽ ഉള്ള ഒരാളാണ്. മായ വന്നോടുകൂടി ബന്ധനങ്ങൾ വീണ്ടും വന്നു. പക്ഷെ നമുക്ക് സമാധാനം എന്ന് പറയുന്നത് സമാധാനം കിട്ടുന്നത് കാരണം ലൗകികമായിട്ടുള്ള ജീവിതമാണ് എല്ലാവരും ആ ആഗ്രഹിക്കുന്നത്. ഒരു നൈമിഷിക സുഖം. അതെ, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭൂതി നമുക്ക് കിട്ടുന്നു. ജയം എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര് എന്നാണല്ലോ പറയുന്നത്. മഹാഭാരതം എന്നുള്ള പേര് ഇപ്പോഴാണ് വന്നത്. ജയം എന്ന് പറയുന്ന പേരിനകത്ത് തന്നെ ജ എന്ന അർത്ഥം കൊണ്ട് ജനനവും യാ എന്ന അർത്ഥം കൊണ്ട് മരണവും, ജനനം മുതൽ മരണം വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ധർമ്മത്തെ എന്നുള്ള ഒന്നായിരുന്നു ഈ ധർമ്മം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം എന്താ, പീരീഡ് സമയത്ത് നമ്മൾ അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറയും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും യതീഷ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വ്യാസൻ, എല്ലാവരും വ്യാസൻ എന്ന് വിളിക്കുന്നു. ഞാൻ ഈ പേര് എന്താ പറയുക, നവമാധ്യമങ്ങളിലാണ് എപ്പോഴും കാണുന്നത്. ഇപ്പോൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിലും കയറി വരുന്നൊരു എന്താ പറയുക ഫേസാണ് വ്യാസൻ്റെ. ഇപ്പം ഞാൻ വ്യാസനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ഒരു എഴുത്തുകാരനായിരുന്നു ആദ്യം, അല്ലേ? ഇപ്പോഴും അതാണ്. അങ്ങനെ അറിയപ്പെടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അങ്ങനെയല്ല, എഴുതുന്നതും പ്രഭാഷണത്തിൻ്റെ കൂടെ ചെയ്യുന്നതുകൊണ്ട് എഴുത്തിനോടും സാഹിത്യത്തോടൊക്കെ പണ്ട് മുതലേ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ പുസ്തകം എഴുതാൻ പുറത്തിറങ്ങാൻ പോകുന്നു. എന്താ പറയുക, നമ്മൾ ആദ്യം എഴുതിയ ബുക്ക് ഉണ്ടല്ലോ, ചാമ്പയ്ക്ക എന്നുള്ള ബുക്ക്. ഒരു 2 വാക്ക് അതിനെ പറ്റി പറയൂ. എന്താണ് ചാമ്പയ്ക്ക? എനിക്ക് എപ്പോഴും ഈവൻ ഗുരുവായൂരപ്പനെ പോലും ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയമാണെങ്കിൽ പോലും നമ്മളിലെ ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ച് സംസാരിക്കാനാണ് എപ്പോഴും ഇഷ്ടം. ചാമ്പയ്ക്ക എൻ്റെ നാടിൻ്റെ കഥയാണ്. എൻ്റെ നാട്ടിലെ ആളുകൾ, എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള ഓർമ്മകൾ, അവരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം എന്ന് കരുതി എഴുതിയ പുസ്തകമാണിത്. എൻ്റെ ഓർമ്മക്കുറിപ്പുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആ വർഷത്തെ മാധവിക്കുട്ടി പ്രതിഭ പുരസ്കാരം ലഭിച്ചു. അങ്ങനെയൊക്കെ ആ പുസ്തകം ഇപ്പോഴും കുറേ ആളുകൾ എന്താ പറയുക, എന്നും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമാണല്ലോ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ, അതെ, ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ചാമ്പയ്ക്ക എന്ന് പറയുന്ന പേരിനും, ചാമ്പയ്ക്ക എന്ന് പറയുന്ന ഫലം നമ്മുടെ കുട്ടിക്കാലമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് അങ്ങനെ പേരിടാനുള്ളൊരു കാരണം കൂടെ പറഞ്ഞ് അങ്ങയിലേക്ക് വരാം. ചാമ്പയ്ക്ക് എന്താണ് അതിൻ്റെ രുചി എന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിക്കണമെന്ന് പറയും. ചിലതിന് മധുരമാവും, ചിലതിന് ചവർപ്പായിരിക്കും, ചിലതിന് ഭയങ്കര പുളിയായിരിക്കും. നമ്മുടെ ഓർമ്മകളും അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതെ, വലിപ്പം കൂടുതൽ. അപ്പം നമ്മുടെ ഓർമ്മകളും അങ്ങനെയാണ്. ചിലതിന് വളരെ മധുരമായിരിക്കും, ചിലത് ചവർപ്പുള്ള ഓർമ്മകളായിരിക്കും. പക്ഷേ എല്ലാ ഓർമ്മകളും ഒരു കാലത്ത് അത് പാസ് ചെയ്തൊരു ടൈം പീരീഡ് കഴിയുമ്പോൾ അതൊക്കെ മനോഹരമായി തീരുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് പുസ്തകത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് എഴുതി തുടങ്ങിയത്. ഇപ്പം ഈ വ്യാസൻ എന്നുള്ളൊരു പേരെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കരുതുന്നത്, അത് ചില ആൾക്കാർ ഒരു പൂർവ്വനാമം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു തൂലികാനാമം അങ്ങനെയൊക്കെ പേരുകൾ വരുമല്ലോ. അങ്ങനെ എടുത്തൊരു പേരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ പേരിലേക്ക് വരുന്നത്? വ്യാസൻ എന്നുള്ള പേര് വളരെ എന്താ പറയുക, കേൾക്കുമ്പോൾ തന്നെ അവനൊരു എന്താ പറയുക, നമുക്ക് കാണുന്നേക്കാൾ മുന്നേ ആ പേര് വായിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം താങ്കൾ സ്വീകരിച്ച പേരാണോ? അതിൻ്റെ പുറകിലല്ല, അത് എനിക്ക് ജനിച്ചപ്പോൾ എൻ്റെ ചോറൂണ് കഴിഞ്ഞ് എനിക്ക് ഇട്ട പേരാണ് വ്യാസൻ എന്നുള്ളത്. അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണക്കാരൻ അദ്ദേഹം ആവാൻ വഴിയുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് വായിക്കുമായിരുന്നു, പ്രത്യേകിച്ച് ആധ്യാത്മിക പുസ്തകങ്ങൾ. അപ്പം ഭാരതത്തിലാണെങ്കിലും അല്ലെങ്കിൽ രാമായണമൊക്കെ ആണെങ്കിലും അച്ഛൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ആൺകുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ അച്ഛൻ വ്യാസൻ എന്നാണ് പേരിടേണ്ടതെന്ന് ഓൾറെഡി തന്നിരുന്നു. ഈവൻ അതിൻ്റെ ഒരു ബാക്ക് പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പനെ, അർജുനനെ, ഭീമനെ ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് വ്യാസനാണ്. സത്യമായിട്ടും. അപ്പം വേദങ്ങളാണ് ഭാരതത്തിൻ്റെ പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു. അതിനെ അപ്പോൾ ആ ഒരു ഗ്രന്ഥങ്ങളെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത് വ്യാസനാണെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യാസൻ എന്ന് പറയുന്ന പേര് ഇടണമെന്ന് അച്ഛൻ്റെ ഒരു ദീർഘവീക്ഷണം കൊണ്ടാണ് കിട്ടുന്നത്. അമ്മയുടെ പേര് ഉഷ എന്നാണ്. ഈവൻ എൻ്റെ അനിയൻ്റെ പേര് വിഷ്ണു എന്നാണ്. വളരെ കോമൺ ആയിട്ടുള്ള പേരാണ്. പക്ഷേ ആദ്യത്തെ പേര് കിട്ടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് പോകുന്നിടത്തൊക്കെ കിട്ടുന്നൊരു പ്രിവിലേജാണ് എൻ്റെ പേര്. വ്യാസൻ എന്ന് പറയുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ഒരു സങ്കല്പമായിരുന്നു പേരും ആളും. നമ്മളൊക്കെ തന്നെ ആരോ എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നല്ലേ പറയണേ. അതിൻ്റെ ഉള്ള ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് എവിടെ എത്തിയിട്ടില്ലെങ്കിൽ പോലും അതിനെ കാണുന്നത് അങ്ങനെയാണ്. ഇപ്പം യതീഷയുടെ നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം 2-3 എപ്പിസോഡ് നമ്മൾ പോയി. ഓരോ എപ്പിസോഡിലും ആ മേഖലയിൽ അതിൻ്റെ ഒരു അതിനെപ്പറ്റി
ആധ്യാത്മികമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വ്യക്തമായ അറിവുള്ള ആൾക്കാരെ നമ്മൾ തുടങ്ങും. ആദ്യം നമ്മൾ എപ്പിസോഡ് വ്യാസഭാരതി, അവിനാഷ് വ്യാസഭാരതി എന്നുള്ള ആളായിട്ട് തുടങ്ങിയത്. അത് എനിക്കൊരു 80,000 മേലെ നമ്മളത് ആൾക്കാർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അതിൽ നമ്മൾ സംസാരിച്ചത് മുഴുവൻ പരാശക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ഞാനൊരിക്കലും അങ്ങനെ ഒരു എപ്പിസോഡ് ആവും. കാരണം അതിന് മുന്നേ വേറെ 2-3 എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ LMRKയുടെ രജിത്തേട്ടൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എപ്പിസോഡ് വരാൻ പോകുന്നുണ്ട്. ശരത്തേട്ടനായിട്ട് ചെയ്യുന്നുണ്ട്. അരവിന്ദിനായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഇപ്പം രാംജിയുടെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, രാമാനന്ദനായിട്ട്. അതുപോലെ നമ്മൾ ശ്രീനാഥിനായിട്ട് ഇൻ്റർവ്യൂ. അപ്പം ഈ സമൂഹത്തിൽ അവരുടെ ഏരിയയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് പലപ്പോഴും വ്യാസൻ്റെ സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ വലിയൊരു ദിവ്യത്വം എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പുകഴ്ത്തി പറയുന്നില്ല. അവർ കൃഷ്ണൻ്റെ വളരെ അടുത്തുപെടുന്ന അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനൊരു ഈ ഒരു യാത്ര, അങ്ങനെ ഒരു കൃഷ്ണനിലേക്കുള്ള യാത്ര, കാരണം നമ്മളൊരിക്കലും കൃഷ്ണൻ ജനിച്ചെന്ന് പറയാറില്ല, ഒരിക്കലും കൃഷ്ണൻ അവതരിച്ചു. അപ്പം അങ്ങനെ ആ അവതാരത്തിലേക്കുള്ള യാത്ര എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അതിലേക്കുള്ളൊരു അച്ഛൻ പേരിട്ടതൊക്കെ ശരി, പക്ഷേ എവിടെയെങ്കിലും ഒരു കോൾ വന്നിട്ടുണ്ടാവുമല്ലോ? ഉറപ്പായിട്ടും പല രീതിയിൽ അതിനെ പല ഫേസസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ചെറുപ്പം മുതൽ തന്നെ ഗുരുവായൂരപ്പനോടുള്ള അടുപ്പം ഉണ്ടായിരുന്നു. സത്സംഗങ്ങളിൽ പങ്കെടുക്കാനുള്ള അടുപ്പം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് പൂർവ്വത്തിലുള്ള വാസനകളാണല്ലോ ഇപ്രാവശ്യവും ക്യാരി ഓവർ ചെയ്യുന്നത്, നമ്മളത് മാത്രമാണ്. അങ്ങനെ ക്യാരി ഓവർ ചെയ്തുകൊണ്ടായിരിക്കാം ചെറുപ്പം മുതൽ തന്നെ പ്രത്യേകിച്ച് ഭാഗവത സപ്താഹങ്ങൾ കേൾക്കാനുള്ള വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു സത്സംഗത്തിലേക്ക് ഉള്ള ഒരു എൻട്രി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും സത്സംഗം കേൾക്കണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നണമെന്നുണ്ടെങ്കിലും പൂർവ്വത്തിൽ നമ്മൾ ചെയ്ത എന്തോ ഒരു പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് പറയുന്നത്. ജന്മാത്ഭവേ ഭവേത് പുണ്യം ശ്രീമദ് ഭാഗവതം ലഭ്യ എന്നാണല്ലോ. എത്രയോ കാലത്തെ പുണ്യം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഭാഗവതം കേൾക്കാനുള്ള അവസരം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്. അങ്ങനെയാണ് ഒരു ഹരിശ്രീ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടുന്നത്. പിന്നീടുള്ള നമ്മുടെ യാത്രയിൽ വിദ്യാഭ്യാസ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഇത് കൈമോശം വന്ന് പോയോ എന്ന് പോലും എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ നാടും ചുറ്റുപാടും മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ആധ്യാത്മിക ജീവിതം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ഈവൻ ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് കാരണക്കാരനായിട്ടുള്ള ഗുരുവായൂരപ്പൻ, ഗുരുവായൂരപ്പൻ എന്നാണ് ഞാൻ പറയാം. അതെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും ഞാനൊരു 17 വർഷം ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല ഗുരുവായൂരപ്പനെ. ഞാൻ എൻ്റെ അനുജൻ്റെ ചോറൂണ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നത് ഏകദേശം ഞാൻ BTech ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ്. എൻ്റെ അനിയൻ എന്നേക്കാൾ 2 വയസ്സ് ഇളവുള്ളൂ. ഒരു 2ാമത്തെ വയസ്സിൽ ഞാൻ പോയിട്ട് പിന്നെ ഒരു 18-19 വയസ്സാകുമ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രം ഞാൻ കാണുന്നത്. എൻ്റെ മെമ്മറിയിൽ ഗുരുവായൂർ ക്ഷേത്രം ഇല്ല. 12 വർഷം ഈ ഭാഗവതത്തിലെ അധ്യായങ്ങൾ പോലെ ഒരു 12 വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തിയിട്ടുള്ളത്. അതെ, അതിലേക്ക് എന്നെ എത്തിച്ചത്, അല്ലെങ്കിൽ ഗുരുവായൂർ പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഗുരുവായൂരപ്പനെക്കുറിച്ച്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ചൈതന്യത്തെക്കുറിച്ച്, ഗുരുവായൂരപ്പൻ നിങ്ങൾ വേറെ കാണേണ്ട ഒരാളല്ല, നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഒരു അംശമാണ് എന്നൊക്കെ രീതിയിൽ ഗുരുവായൂരപ്പനെ എനിക്കിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിലാക്കി തന്നത്, ഈ പ്രഭാഷണങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്, പ്രഭാഷണം ചെയ്യാനുള്ള എന്തെങ്കിലും അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അതിഥിയായിട്ട് വരാൻ പോകുന്ന ശരത്തേ ഹരിദാസൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഞാനൊരിക്കലും അദ്ദേഹത്തിൻ്റെ ശിഷ്യനോ ഒന്നുമല്ല, പക്ഷേ അദ്ദേഹം തന്നൊരു സ്പാർക്കാണ് ഞാനിവിടെ ഇരിക്കാൻ കാരണം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എല്ലായിടത്തും ഉറപ്പായിട്ടും. കാരണം ശരത്തേട്ടൻ പറയുന്ന ഒരു കാര്യം ആധികാരികമായിട്ടാണെന്നുള്ള എൻ്റെ ഉറച്ച വിശ്വാസമാണ് വേറൊരു സ്ഥലത്ത് പോയിട്ട് എനിക്കത് പറയാൻ സാധിക്കുന്നത്. അത് എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ പറയാനുള്ളൊരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അതേ കഥകൾ തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള വേർഷനിലും എൻ്റേതായിട്ടുള്ള രീതിയിലും വീണ്ടും പറയുന്നു. അങ്ങനെയാണ് പ്രഭാഷണങ്ങൾ തുടങ്ങുന്നത്. ഭഗവാൻ ഊട്ടി ഉറപ്പിച്ചതിൽ വലിയ റോൾ ഉറപ്പായിട്ടും ശരത്തേട്ടനാണ്. ഈവൻ നമ്മൾ പറയില്ലേ, ദേവകിയുടെ കയ്യിൽ നിന്ന് ഭഗവാനെ നന്ദഗോപുരുടെ ഗ്രഹത്തിലേക്ക് വസുദേവർ കൊണ്ടുപോകുന്നൊരു പ്രോസസ്സ് അങ്ങനെ എടുത്ത് തന്നത് ശരത്തേട്ടൻ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു ഇവിടെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടൊരു കഥ, ഒരു പുണ്യാളൻ എന്നുള്ളൊരു വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ബാക്കിൽ പുണ്യാളൻ എഴുതിയത്. അത് എനിക്കൊന്ന് ഇതിനായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുക. ആ കഥ ഒന്ന് എനിക്ക് ഭയങ്കര എന്താ പറയുക, പലരും പല കഥകൾ പറയാറുണ്ട്, പക്ഷേ മനസ്സെന്ന് പറയുമ്പോൾ ആ കഥയ്ക്കൊരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു.
അത് ആ ശരത്തേട്ടനെ ശരത്തേട്ടനായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അതെ ഒന്ന് പറയാം. അത് ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ ശരത്തേട്ടൻ്റെ പ്രഭാഷണങ്ങൾ എപ്പോഴും പറ്റുമെങ്കിൽ അടുത്താണെങ്കിൽ പോയി നേരിട്ട് കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഗുരുവായൂർ ദേവസ്വം ആധ്യാത്മിക ഹാളിൽ ഗുരുവായൂർ ദേവസ്ഥത്തിലെ കീശാന്തിമാരുടെ ഭജനകാലത്ത് ഭഗവാന്റെ ഒരു വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം ശരത്തേട്ടൻ ഉണ്ടായി. മറ്റ് പ്രഭാഷണങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ജോലി തിരക്ക് കാരണം എനിക്ക് അന്ന് നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും യൂട്യൂബിൽ വരും, 18 സ്റ്റെപ്സിൽ വരും. പക്ഷേ ഈ പ്രഭാഷണം അമ്പലത്തിനകത്തായതുകൊണ്ട് ഓൾറെഡി അറിയിച്ചിരുന്നു, റെക്കോർഡിംഗ് ഉണ്ടായിരിക്കുന്നതല്ല, നേരിട്ട് വരുന്നവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, തുടങ്ങുന്നേ ഉള്ളൂ. എങ്ങനെ വിഷ്ണു തുടങ്ങുന്നേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഒരു നമ്മൾ വായിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇനി കിടക്കാൻ പോകുന്ന ഒരു മേഖലയെക്കുറിച്ച് അദ്ദേഹത്തെ പോലെ ആൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്നത്, ഇത് കേൾക്കണം എന്ന് കരുതിയിട്ട്. എൻ്റെ ദൗർഭാഗ്യവശാൽ അന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ഛോഡോ യാത്ര നടക്കുന്ന സമയമാണ്. അതെ. അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂർക്കുള്ള റോഡ് പോലീസുകാർ നേരത്തെ സെക്യൂരിറ്റി റീസൺസ് വെച്ച് ബ്ലോക്ക് ചെയ്തു. 10 മണിക്ക് ശരത്തേട്ടൻ്റെ പ്രഭാഷണം അവിടെ തുടങ്ങും. എനിക്ക് ഉറപ്പായിരുന്നു പറ്റില്ല, കാരണം പകുതി എത്തിയ വണ്ടിയാണ് ആളിനെ ഇറക്കി വിടുന്നത്, ഇനി നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ചുകളെ ലിഫ്റ്റുകൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഓപ്ഷൻ മാത്രമേ നോക്കാനുള്ളൂ. ആ സമയത്താണ് എനിക്കൊരു വണ്ടി കിട്ടുന്നത്. അത് കുറച്ച് ഊടുവഴികളിലൂടെയൊക്കെ നമുക്കറിയാം, അവിടുത്തെ ആളുകൾക്ക് അറിയാലോ പിന്നെ എങ്ങനെ ഈ ഗ്യാപ്പ് എടുത്ത് പോയി ഹൈവേയിലേക്ക് എത്താം എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളവിടെ പുതിയ ഒരാളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് ഏകദേശം ഒരു 60 കിലോമീറ്ററിൻ്റെ അടുത്ത്. എല്ലാ റോഡും അടഞ്ഞിരിക്കുന്ന സമയമാണ്. അതാ എനിക്ക് ആ കഥനെ എനിക്ക് ആ സ്ഥലം അറിയുന്നതുകൊണ്ടാണ് അതൊരു ചെറിയ സ്റ്റോറിയാണെന്ന് ഞാൻ പറയാൻ കാരണം. ഒരു വഴിയില്ല അവിടെ നിർത്താൻ. ഉറപ്പാണ്, ഞാൻ ആഗ്രഹിച്ച് വന്നൊരു കാര്യമാണ് എനിക്ക് കിട്ടാതെ പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മളൊക്കെ ആരുടെയോ സ്ക്രിപ്റ്റിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഒരു വാഹനം, ആ വണ്ടി എനിക്ക് അവിടെ കിട്ടുകയും ആ വണ്ടിയിലേക്ക് ഞാൻ കയറുകയും പിന്നീട് അങ്ങോട്ട് എത്രയോ കാലമായിട്ട് എന്നെ പരിചയമുള്ളതുപോലെ എനിക്കൊരു കോൺവെർസേഷനാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാൻ ചിലപ്പോൾ ഒരു 2 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് സംസാരിക്കുന്നത് മുഴുവൻ എത്രയോ കാലത്തെ ഉറപ്പായിട്ടും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ഒരാളോട് സംസാരിക്കുമ്പോൾ. അങ്ങനെ കുന്നംകുളം എത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് സത്യം പറഞ്ഞത്. പട്ടാമ്പിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ ട്രാവൽ ടൈമുണ്ട്. അത് വളരെ മിനിറ്റുകൾ കൊണ്ട് എത്തിയത് പോലെ. അതൊക്കെ ആ ഒരു മാജിക്കൽ എക്സ്പോഷർ നമ്മൾ അതിന് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ അതിൽ എലമെൻ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ എത്തുന്നത് പോലും നമ്മൾ അറിയുന്നില്ല ഈ സംസാരത്തിൻ്റെ മഹത്വം എന്തോ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പോലും എനിക്കിപ്പോഴും ഓർക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴും അദ്ദേഹം എന്നോട് പേര് പറഞ്ഞില്ല. അദ്ദേഹം എന്നോട് പേര് ചോദിച്ചു, ഞാൻ വ്യാസം എന്ന് പറഞ്ഞതല്ല, അല്ലാതെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം എന്നെ കുന്നംകുളത്ത് എത്തിച്ച് അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് ഞാൻ ഗുരുവായൂരാക്കണം അതും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി അങ്ങ് ബുദ്ധിമുട്ടുണ്ട്, അങ്ങ് ഇങ്ങോട്ടോ പോകുന്ന ആളാണെന്നുള്ള കൺസെപ്റ്റിൽ ഞാൻ അങ്ങ് പൊക്കോളൂ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഗുരുവായൂർക്കുള്ള ബസ് ഇറക്കാൻ വേണ്ടി കുന്നംകുളം ബസ് സ്റ്റാൻഡിലേക്ക് തിരികെ അദ്ദേഹം പോയി. ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്, അദ്ദേഹത്തോട് പേര് പോലും ചോദിച്ചില്ലല്ലോ. ഇവിടെ വരെ എന്നെ എത്തിച്ച് എനിക്ക് ഉറപ്പായി ഇനി എന്തായാലും പ്രഭാഷണം കേൾക്കാൻ പറ്റും. കാരണം ഇങ്ങനെ 9:30 ആകുമ്പോഴേക്കും ഉറപ്പായി കുന്നംകുളത്ത് നിന്നൊക്കെ ഗുരുവായൂർക്ക് 10 മിനിറ്റ് 15 മിനിറ്റിലൂടെ ഉറപ്പായിട്ടും എത്തുന്നുള്ള അപ്പോൾ ആ കേർട്ടസി കൊടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ തിരുമ്പോഴാണ് ഈ വണ്ടി പാസ് ചെയ്യുന്നതും അതിൻ്റെ പുറകിൽ പുണ്യാളൻ എന്ന് പറയുന്ന ഒരു ലേബൽ ഞാൻ കാണുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയില്ലേ, ഭഗവാന്റെ ഒരു എലമെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ രീതിയിലേക്ക് വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയും. നമ്മളെപ്പോഴും എല്ലാത്തിലും പറയുന്നൊരു കാര്യമാണ്. ഞാൻ അന്ന് ആ പ്രഭാഷണം കേൾക്കണമെന്ന് ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രഭാഷണം നമ്മൾ കേട്ടിരിക്കും. അതിനുവേണ്ടി ഭഗവാന്റെ തന്നെ ഒരു മെസ്സഞ്ചറോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ആ ഒരു പ്രഭാഷണത്തിലേക്ക് ഇനിയില്ലെങ്കിൽ വ്യാസൻ ചിലപ്പോൾ ഇത് വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് ഭാവിയിൽ സംസാരിക്കേണ്ട ഒരാളാണ്, ശരത്തേട്ടൻ പറയുന്നത് വ്യാസൻ കേൾക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്താലും എനിക്കത് വളരെ വിസ്തരിച്ചത് കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി, കഴിഞ്ഞ് ശരത്തേട്ടൻ നമസ്കരിക്കാൻ പറ്റി, ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റി. വളരെ പ്ലസൻ്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റില്ല. ഈവൻ ഒരു സംഗീതമായിട്ട് പോലും വന്നിട്ടുണ്ട്. വ്യാസൻ്റെ മകനായിട്ടുള്ള ശുഗൻ ബ്രഹ്മർഷി, അദ്ദേഹം കാട്ടിലൂടെ പോകുമ്പോൾ ഭഗവാന്റെ വേണുഗാനത്തെക്കുറിച്ചിട്ടുള്ള കീർത്തനങ്ങളും ആളുകൾ പറയുന്നത് കേട്ട് ഇങ്ങനെ ഒരാളെക്കുറിച്ചിട്ടുള്ള കഥ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും അച്ഛനോട് പോയിട്ട് ഭഗവാന്റെ കഥകൾ പറയാൻ പറയുന്നത്. അപ്പം ഇവൻ ഒരു പാഴ്മുളയുടെ ശബ്ദത്തിനെ പോലും ശുഗനെ ബ്രഹ്മർഷിയാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ എലമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്ക്രിപ്റ്റിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അതിൻ്റെ ക്ലൈമാക്സും അതിനുള്ള ക്രൂഷ്യൽ എലമെൻറ്റ്സും ഇൻ്റർവെൽ സീൻസൊക്കെ ഭഗവാനെ അറിയുള്ളൂ. ഭഗവാൻ നിശ്ചയം പോലെ നടക്കട്ടെ. അതെ, ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റാണ് ഭഗവാൻ. അതെ. ഒരുപാട് സന്തോഷം. ഇപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് കിടക്കുന്നതിന് മുന്നേ
ഒരു പ്രാർത്ഥനയുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രണ്ട് വരി ചൊല്ലാൻ? ഉറപ്പായിട്ടും നമുക്ക് ഞാൻ എപ്പോഴും ചൊല്ലാനുള്ളൊരു പ്രാർത്ഥന എവിടെ പോകുമ്പോഴും ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ചൊല്ലുന്നൊരു ശ്ലോകം എന്ന് പറയുന്നത് ഭാഗവതത്തിലൊക്കെ തന്നെയുള്ള സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ എന്നതാണ്. താപത്രയങ്ങളെ നശിപ്പിക്കുന്നതാണ്. ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം എന്ന് പറയുന്ന 3 തരത്തിലുള്ള വിഷമങ്ങളെയും. വിഷമം എന്നുദ്ദേശിക്കുന്നത് എന്താ? നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ജ്ഞാനമില്ലാത്ത അവസ്ഥയാണ് വിഷമം. എല്ലാ ദുഃഖത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള കാരണം അറിവില്ലായ്മയാണ്. അറിവുണ്ടാവുന്നതോടുകൂടി ദുഃഖങ്ങൾ മാറുന്നതാണ്. ആ അറിവുകളെ നമുക്ക് തരുന്ന ആ താപത്രയങ്ങളെ നശിപ്പിക്കുന്ന കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. അങ്ങനെ ഗുരുവായൂരപ്പനെ അതിൻ്റെ കൂടെ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു മുഖവരിയോട് പറയാൻ കാരണം നമ്മൾ യതീഷയിൽ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കൃഷ്ണനെ പറ്റിയിട്ടുള്ളൊരു എപ്പിസോഡ്. കാരണം പല എന്താ പറയുക, പല നല്ല പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും അടങ്ങുന്ന മിക്സ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം 2 ഡൈവേർഷൻസിലാണ് അവർക്ക് പോകാം. കൃഷ്ണനെ കംപ്ലീറ്റ് ഒരു സൂപ്പർ ഗോഡായിട്ട് കാണുന്ന ഒപ്പം തന്നെ വൃന്ദാവനിലെ കൃഷ്ണനായിട്ട് കാണുന്നു, കള്ളാന്ന് വിളിക്കപ്പെടുന്നു. അതേപോലെ എന്താ പറയുക, ഗോലോകത്തു നിന്ന് വന്നിട്ടുള്ളൊരു സൂപ്പർ പവറാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ വരുന്ന ഞങ്ങളെപ്പോലെ തലമുറ അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള തലമുറകൾക്കൊക്കെ തന്നെ ഒരു അടിസ്ഥാനമായി മാറും. അതിപ്പം ശരത്തേൻ്റെ പേര് പറഞ്ഞ പോലെ വളരെ കൃത്യമായി അത് റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവും. കാരണം ഒരുപാട് പുരാണങ്ങളുണ്ട് നമുക്കറിയുന്ന. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ മഹാഭാരതം 1988 ബി.സി. ചോപ്ര മഹാഭാരതം സീരിയൽ ലോഞ്ച് ചെയ്യുമ്പോൾ വാരാന്തപ്പതിപ്പിൽ അതിൻ്റെ ഇത് വരും, മലയാളത്തിൽ എഴുതിയത് വരും, പോയി നമ്മൾ കാണും. പക്ഷെ അന്ന് അതാണ് നമുക്ക് അറിയുന്നൊരു മഹാഭാരതം. പക്ഷേ മഹാഭാരതം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞിട്ട് എന്തുണ്ടായി ആ എപ്പിസോഡുകൾ നമുക്ക് അറിയില്ല. പല എപ്പിസോഡും ദ്വാരക മുങ്ങിപ്പോയതോ അല്ലെങ്കിൽ കൃഷ്ണൻ അറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ എപ്പിസോഡ് ആലോചിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച്. അപ്പം ശരിക്കും കൃഷ്ണൻ എന്നുള്ള വ്യക്തി ആരാണ് കൃഷ്ണൻ? കൃഷ്ണൻ ചെറിയൊരു ചോദ്യമാണ്, പക്ഷേ അത് ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ട്. ഞാൻ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. കാരണം മലയാളത്തിൽ എനിക്ക് എവിടെയും അങ്ങനെ ഒരു എപ്പിസോഡ് കാണാൻ കഴിഞ്ഞില്ല. ആക്ച്വലി കൃഷ്ണൻ ആരാണ്? നമുക്ക് എങ്ങനെയാണെങ്കിലും പല ഡയമെൻഷൻസിൽ തന്നെ ആൻസർ പറയാം. എനിക്ക് കൃഷ്ണൻ ആരാണ് എന്നുള്ളതിൽ ഇത് പറയാം. ഇപ്പം എനിക്ക് എൻ്റെ കൃഷ്ണൻ, നമ്മൾ ഭഗവാൻ എങ്ങനെ കാണുന്നു? ഞാൻ ഭഗവാനെ കാണുന്നത് സഖ്യഭാവത്തിലാണ്. എൻ്റെ കൂട്ടുകാരനാണ് കൃഷ്ണൻ. നല്ല ഒറ്റ മറുപടിയിൽ എനിക്കിത് കൺക്ലൂഡ് ചെയ്യാം. പക്ഷേ ഒന്ന് ബ്രോഡ് ബേയിൽ ചിന്തിക്കുക, നമുക്ക് കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്നാണ് പറയുക. അപ്പം ലോകത്തിന് മുഴുവൻ ഗുരുനാഥനാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദേവകീ സുതനാണ് എന്ന് പറയുന്നു, ഗോപികാനന്ദനാണെന്ന് പറയും. പല ഡയമെൻഷൻസിൽ ഉള്ള ഒരാളാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ടേം കൃഷ്ണ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 2 വാക്കുകൊണ്ട് അതിൻ്റെ ഡെഫിനിഷൻ എൻഡ് ചെയ്യും. ഒന്ന് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നും രണ്ടാമത്തേത് ഹോപ്പ് എന്നുമാണ്. പ്രതീക്ഷയും സ്നേഹവുമാണ് കൃഷ്ണൻ. അത്രേ ഉള്ളൂ. ഭഗവാൻ അവതരിച്ച സമയം മുതൽ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം കഴിഞ്ഞ് 126-ാമത്തെ വയസ്സിൽ ഭഗവാൻ സുധാമത്തിലേക്ക് പോകുന്നത് വരെ എല്ലാവർക്കും ഇത് രണ്ടുമാണ് കൊടുത്തത്, സ്നേഹവും പ്രതീക്ഷയും. ഇത് ഇങ്ങനെ ഒരു കൊട്ടയിൽ നിറച്ചിങ്ങനെ വാരി വെതറി നടന്നു പോകുന്നൊരു സഞ്ചാരിയെ പോലെ ഭഗവാൻ ഈ പ്രദേശത്തോടൊക്കെ മുഴുവൻ നടന്നു. വരുന്ന ആളുകൾക്ക് മുഴുവൻ മോക്ഷം, വരുന്ന ആളുകൾക്ക് മുഴുവൻ സ്നേഹം, വരുന്ന ആളുകൾക്ക് മുഴുവൻ ഞാനുണ്ട് എന്നുള്ള പ്രതീക്ഷ. ഇന്നത്തെ കാലത്ത് നമ്മൾ കൃഷ്ണനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും തന്നെയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വാചകങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത്. കൃഷ്ണനെ നമ്മൾ വിളിക്കുക പ്രേമസ്വരൂപൻ എന്നാണ് വിളിക്കുക ഭഗവാൻ. അതെ അല്ലേ? ഒരു ഇപ്പം മേൽപ്പത്തൂരൊക്കെ പറയുന്നത് പോലെ സാന്ദ്രാനന്ദ രൂപനാണ്. ആനന്ദം കട്ട പിടിച്ചാൽ അതിനൊരു രൂപം ഉണ്ടെങ്കിൽ എന്തോ അതാണ് കൃഷ്ണൻ. ഹാപ്പിനെസ്സിൻ്റെ ഒരു മോൾഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ്സിൻ്റെ ഒരു സ്റ്റാച്യു. ഹാപ്പിനെസ് ഞാനൊരു പാക്കറ്റിലാക്കി ഒരു കവറിലാക്കി അടച്ചു വെച്ചാൽ അതിനകത്തിരിക്കുന്ന ഈ വായു അത് കൃഷ്ണനാണെന്ന് പറയും. അങ്ങനെ ഹാപ്പിനെസ്സിനൊരു ഇന്നത്തെ കാലത്തൊരു നിർവചനം ഉണ്ടെങ്കിൽ ആസ് എ കൃഷ്ണ ഡിവോട്ടി അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വളരെയധികം സ്നേഹിക്കുന്ന ആർക്കും നിങ്ങൾക്ക് ആരാണ് കൃഷ്ണൻ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ എനിക്കെൻ്റെ പ്രതീക്ഷയാണ് കൃഷ്ണൻ, എനിക്ക് സ്നേഹിക്കാനുള്ള ഒരാളാണ് കൃഷ്ണൻ എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ഭാവത്തിൽ കണ്ടാലും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സഖ്യഭാവത്തിൽ ഭഗവാനെ കാണാനാണ് ഇഷ്ടം. എത്രയോ സ്ത്രീകൾ ഭഗവാനെ കാമുക ഭാവത്തിൽ കാണുന്നു, എത്രയോ അമ്മമാർ ഭഗവാനെ കുട്ടിയായിട്ട് കാണുന്നു, എത്രയോ ആളുകൾ മകനായിട്ട് കാണുന്നു. അവർക്കൊക്കെയുള്ള എഫെക്ഷൻ അതിൻ്റെ കോർ എലമെൻറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ലവ് ആണ്, സ്നേഹമാണ് ഭഗവാനോട്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ഗോപികമാർക്ക് സ്നേഹം അത് കാമരൂപത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രേമരൂപത്തിലുള്ള സ്നേഹമായിരുന്നു. യശോദയ്ക്ക് മാതൃഭക്തിയാവുന്ന സ്നേഹമായിരുന്നു.
അർജുനന് സഖ്യമാവുന്ന സ്നേഹമായിരുന്നു. എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. ഭഗവാന്റെ മൂലസ്വരൂപം സ്നേഹമാണെന്നാണ് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. കൃഷ്ണനെ നമുക്ക് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടോ ദേവകിയുടെ കുട്ടിയായിട്ടോ ഗീത ഉപദേശിച്ച ആളായിട്ടോ ഒക്കെ കാണാം. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഹൂ ഈസ് കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ ഈസ് ഹോപ്പ്, കൃഷ്ണ ഈസ് ലവ് എന്നാണ് എനിക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. നമ്മളൊരു അപ്പം അതൊരു താത്വികമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വ്യാസൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ വ്യാസം എങ്ങനെയാണ് അതിന് കൺസീവ് ചെയ്തെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. പക്ഷെ നമുക്കൊരു ശാസ്ത്രീയ വശത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനസ്സിലായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പോവുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് കൃഷ്ണ ഒരു 3800 BCEക്ക് ശേഷം മുന്നെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പം എങ്ങനെയാണ് കൃഷ്ണൻ്റെ ജനനം, ലൈക്ക് എങ്ങനെയാണ് കൃഷ്ണൻ ജനിക്കുന്നത്? കാരണം നമ്മളിപ്പോൾ ഈ എന്തൊരു പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ബുക്ക് വായിക്കാനുള്ള സമയം വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ടി വിയിലൊരു പ്രോഗ്രാം പോലും 1.5 2 ആണ് നമ്മൾ കാണുന്നത്. അപ്പം വ്യാസനെ പോലത്തെ ഒരാളിത് പറയുകയാണെങ്കിൽ ഇറ്റ് ആക്ച്വലി റീച്ച് 100 കുറേ ആൾക്കാർക്ക് എത്താൻ കഴിയും. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ ജനനം എന്താണ്, എവിടെയാണ് ജനിക്കുന്നത്, എങ്ങനെയാണ് കൃഷ്ണൻ ഒരു ജഗത് ഗുരുവായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനെ തന്നെ പല ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ തമ്പുരാട്ടി നിങ്ങളോട് പറയുന്നത് ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് വേൾഡ്. അപ്പോൾ അങ്ങനെ ആ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കൃഷ്ണൻ വരുന്നത് ഒരു സ്ഥലത്തു നിന്നായിരിക്കും. പക്ഷേ എങ്ങനെയാണ് കൃഷ്ണൻ്റെ ജനനം? കൃഷ്ണൻ്റെ ജനനത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത്, എനിക്ക് ഉപദേശം അല്ലെങ്കിൽ പോലും ഞാൻ കേട്ടുപെട്ടുള്ളതും ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നതും ഭാഗവതമാണ്. ഭാഗവതത്തിൽ ദശമസ്കന്ധം, 10ാമത്തെ സ്കന്ധത്തിലാണ് ഭഗവാന്റെ കഥകളാണ്. പിന്നീട് അങ്ങോട്ട് ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ ഒന്നിങ്ങനെ തൊട്ടും തലോടിയും പോകും. 7ലാണ് തോന്നുന്നത് ഇത് എന്താ പറയുക, ഈ ജനനം പറയുന്ന 7ലാണോ? അല്ല, അധ്യായം ദശമസ്കന്ധത്തിൽ 8ാമത്തെ അധ്യായം. അപ്പം 10ാമത്തെ സ്കന്ധം അവിടെ മുതലാണ് കൃഷ്ണ കഥകളുടെ ഒരു ഒഴുക്കാണ് പിന്നീട്. അതിൻ്റെ ഒരു രസം, ഇപ്പം പരീക്ഷിത്ത് എന്ന് പറയുന്ന രാജാവ് മരണം 7ാം ദിവസം അദ്ദേഹത്തെ തക്ഷകൻ ദംശിച്ച് മരിക്കുന്നതാണ്. അപ്പോൾ ഭഗവത് കഥകൾ കേൾക്കണം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ള ആത്യന്തികമായിട്ടുള്ള സത്യമാണെന്നുള്ള എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോധമാണ് അദ്ദേഹത്തെ ഗംഗാതീരത്തെത്തിക്കുന്നതും അവിടെ ശ്രീശുക ബ്രഹ്മർഷി വന്ന് അദ്ദേഹത്തിന് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിസ്തരിച്ച അവതാരങ്ങളൊക്കെ പറഞ്ഞ് കൃഷ്ണാവതാരം എത്തുന്ന സമയത്ത് കൃഷ്ണൻ ഭൂമിയിൽ ജനിക്കുകയും നിരവധിയായിട്ടുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും മഹാഭാരത യുദ്ധം ജയിപ്പിക്കുകയും അങ്ങയുടെ പൂർവികരായിട്ടുള്ള ആളുകളെ ഈ പറയുന്ന മഹാഭാരതത്തിൻ്റെ ചക്രവർത്തികളായി മാറ്റുകയും സ്വധാമത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ ഒറ്റ ലൈനിൽ കൃഷ്ണാവതാരം മൊത്തം അങ്ങോട്ട് വർണ്ണിക്കും. ഒറ്റ ലൈനിലേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ പരീക്ഷത്തിൻ്റെ ഹൃദയം തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏതൊരു ഭഗവാന്റെ കഥ കേൾക്കാനാണ് ഞാൻ ഇന്നിങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത്, ഉത്തരയുടെ ഗർഭത്തിൽ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രമേറ്റ് കരിഞ്ഞു പോയ എന്നെ ഇന്നിങ്ങനെ അങ്ങയുടെ മുമ്പിൽ എത്തിച്ചത് ആ ഭഗവാനല്ലേ. ആ ഭഗവാന്റെ കഥകൾ നമ്മളിപ്പോൾ ഞാനിങ്ങനെ എല്ലാം റിലേറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നരുത്. നമ്മളൊരു സദ്യ കഴിക്കുകയാണെങ്കിൽ ആ സദ്യ ഇങ്ങനെ ഭക്ഷണം വിസ്തരിച്ച് കഴിച്ച് ആ പായസം കാത്തിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് പായസം ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടാവണം വിഷമം എന്താണ് ആലോചിച്ച് നോക്കും. അതുപോലെയാണ് പരീക്ഷത്തിന്. അതായത് എങ്ങനെ കൃഷ്ണാവതാരം എത്തും എന്നുള്ളൊരു ആ ഒരു ആൻസൈറ്റി അദ്ദേഹത്തിൻ്റെ, അതാണ് ഒറ്റ ലൈനിൽ പറഞ്ഞു തീർത്തത്. അപ്പോൾ ബ്രഹ്മർഷി പറയുന്നുണ്ട് ശ്രീശുഖൻ, അങ്ങേക്കിത് കേൾക്കാനുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒറ്റ ലൈനിൽ പറഞ്ഞതെന്ന്. കരഞ്ഞു പോകും പരീക്ഷത്ത്. ദയവ് ചെയ്ത് എനിക്ക് ചിലപ്പോൾ അർഹത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങ് ഒരു വരിയിൽ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ചെയ്യരുത്, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. അവിടെ മുതലാണ് കൃഷ്ണാവതാരത്തിൻ്റെ കഥകൾ ഞാൻ വിസ്തരിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ അങ്ങനെ അവിടെ ഇവിടെ കേട്ട് തൊട്ട് പറഞ്ഞെങ്കിലും ദശമസ്കന്ധം മുഴുവൻ കൃഷ്ണ കഥകളുടെ ഒരു ഒഴുക്കാണ് പിന്നെ അങ്ങോട്ട് ശ്രീശുഖൻ പറയുന്നത്. അപ്പം അദ്ദേഹം ഇത് പറഞ്ഞു തുടങ്ങുന്നത് ഈ പറയുന്ന മധുരയിലെ ആ ഒരു സീൻ, കല്യാണ വിശേഷം, ദേവകിക്കും വസുദേവർക്കുണ്ടാവുന്ന ആ മംഗല്യ രംഗം വർണ്ണിക്കുന്നു. അവിടെ വെച്ച് കംസൻ തന്നെ സ്വയം ദേവകിക്ക് ഒരു സമ്മാനമായി കൊടുക്കുന്ന തേരിൽ സ്വയം സാരഥിയായിട്ട് അദ്ദേഹം തന്നെ വരുന്നു. അവിടെയാണ് ഈ കംസൻ എന്താ പറയുക, ദേവകിയുടെ കസിനാണ്, കസിൻ ബ്രദറാണ്, സ്വന്തം ഏട്ടനല്ല, കസിൻ ബ്രദറാണ്, ജ്യേഷ്ഠസ്ഥാനീയനാണ്. അപ്പം അങ്ങനെയാണ് ഈ വിവാഹം കഴിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ പെങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാവരും കാണട്ടെ, മധുര മുഴുവൻ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം തന്നെ സ്വയം ആ രഥത്തിൻ്റെ സാരഥിയായിട്ട് വരുന്നത്. അപ്പോഴാണ് ഈ അനൗൺസ്മെൻ്റ് ഉണ്ടാവുന്നത്, നമ്മൾ പറയുന്ന അശരീരി, ദേവകിയുടെ 8ാമത്തെ ഗർഭത്തിലുണ്ടാവുന്ന കുട്ടി നിന്നെ വധിക്കും, നിൻ്റെ അന്തകനാണ് എന്ന് പറയുന്നത്. അതോടുകൂടി ഈ നമുക്കറിയാം ഒരു വാക്കും ഒരു വാചകമൊക്കെ ഒരു മനുഷ്യനെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് ശരിക്കും വലിയ ശാസ്ത്രം. പിന്നല്ല, സ്നേഹത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു വാക്ക് കൊണ്ട് കൊല്ലാൻ നോക്കുന്നത്.
വധിക്കാനാണ് നോക്കുന്നത്, അല്ലാണ്ട് ജയിലിലിടാറെന്നല്ല. ആദ്യം തന്നെ കംസൻ തൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി ദേവകിയുടെ മുടി കുത്തിപ്പിടിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വസുദേവരാണ് തടയുന്നത്. എൻ്റെ പെങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ലോകം കാണട്ടെ എന്ന് കരുതുന്ന കംസനാണ് സ്വന്തം പെങ്ങളെ വിവാഹത്തിന് തന്നെ ഓൺ ദ സ്പോട്ട് നല്ലതാണ്. ഒരു ഹ്യൂമൻ സൈക്കോളജി ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് മനുഷ്യൻ മാറുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. വാക്കുകൾ ഒരു വാക്ക് മതി, അതും രൂപമില്ലാത്ത ഭാവമില്ലാത്ത എവിടെന്നോ കിട്ടുന്ന ഒരു വാക്കാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുന്നത്. ഒരു അശരീരി. ആ അശരീരിയാണ് സ്വന്തം സഹോദരസ്ഥാനിയായിട്ടുള്ള കുട്ടിയെ വിവാഹത്തിൻ്റെ അന്ന് കൊല്ലാൻ നോക്കുന്നത്. ആ അശരീരിയാണ് ആ കുട്ടിക്കുണ്ടാവുന്ന 6ഓളം കുട്ടികളെ കാൽപ്പാകത്തിന് പിടിച്ച് തലക്കടിച്ച് കൊല്ലാൻ വേണ്ടി ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന വസുദേവരുടെ ഒരു ഉപദേശം വരുന്നത്. മംഗല്യ ദിവസം കൊല്ലരുത്, സ്ത്രീയെ കൊല്ലരുത്, അങ്ങേക്ക് ഓരോ കുട്ടികളെയും ഞങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചോളാം എന്ന് പറയുന്ന ആ ഒരു വാഗ്ദാനമൊക്കെ വരുന്നത്. അപ്പോൾ കംസൻ അറിയാം വസുദേവർ എന്ന് പറയുന്നത് ബ്രഹ്മനിഷ്ഠയുള്ള ആളാണ്, വാക്ക് പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് കാരാഗ്രഹത്തിൽ താമസിപ്പിക്കുന്നതും ഓരോ കുട്ടികളുണ്ടാകുമ്പോൾ ഇവിടെ പോയി സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ പാരലലി നടക്കുന്ന വേറൊരു സീനുണ്ട്, ഒരു ബിഹൈൻഡ് സീൻ എന്ന് പറയുന്നത് പോലെ. ഈ സമയത്ത്, അതായത് ദ്വാപരയുഗത്തിൽ വളരെയധികം ഭൂമി കഷ്ടപ്പെടുകയും ഭൂമിക്ക് ഭൂഭാരം വളരെയധികം കൂടുതലാണെന്ന് പറയുകയും എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഭൂഭാരം കുറച്ച് തരണമെന്ന് പറഞ്ഞ് ഭൂമി ബ്രഹ്മദേവനെ പോയിട്ട് ആദ്യം പ്രാർത്ഥിക്കുകയും ബ്രഹ്മദേവനാണ് എല്ലാ ദേവന്മാരെയും കൂട്ടി വൈകുണ്ഠത്തിൽ പാലാഴിയുടെ അവിടെ ചെന്ന് പുരുഷ സൂക്തം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഞാൻ ദേവകിയുടെ ഗർഭത്തിൽ ജനിക്കും, ഭൂഭാരം തീർത്ത് നിങ്ങൾ അനുഗ്രഹിക്കും എന്ന് പറയുകയും ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന ഈ ധർമ്മ സംസ്ഥാപനം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അവിടെ കടന്നു വരുന്നത്. ഭഗവാൻ വരുന്നത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ്. ഇപ്പം നിലവിൽ എന്തില്ല എന്നുള്ളത് ഉറപ്പായി, ധർമ്മമില്ല. കാരണം കംസനെ പോലെ നിരവധിയായിട്ടുള്ള രാജാക്കന്മാരാണ്. ബാക്ക്ഗ്രൗണ്ട് സെറ്റാണ്. അവിടെ ഒരു വില്ലൻ്റെ എൻട്രി ഓൾറെഡി കഴിഞ്ഞു, ഇനിയാണ് ഹീറോയുടെ എൻട്രി വരേണ്ടത്. ആ ഹീറോയുടെ എൻട്രിയുടെ ബാക്ക് സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ഭഗവതി ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം എടുത്ത് ബ്രഹ്മദേവനെ കണ്ട് അവരെല്ലാവരും കൂടെ ചെന്ന് പുരുഷ സൂക്തം ചൊല്ലി ഭഗവാനെ ഭജിക്കുന്നത്. അവിടെയാണ് ഈ 8ാമത്തെ ഗർഭത്തിൽ ജനിക്കുന്നു എന്ന് പറയുന്നത്. പിന്നീട് ഉണ്ടാവുന്ന ഓരോ കുട്ടിയെയും വസുദേവർ ദേവകിയുടെ കണ്ണീരിന് പോലും കാത്തു നിൽക്കാതെ എടുത്ത് കംസൻ കൊടുക്കുന്നുണ്ട്. അതിൽ രസമുള്ളൊരു കാര്യം, ആദ്യത്തെ കുട്ടിയെ കംസൻ വെറുതെ വിടും. ആദ്യത്തെ കുട്ടിയെ എടുത്തിട്ട് വസുദേവർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കംസൻ നോക്കുന്ന കുട്ടി ഇങ്ങനെ മാ 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 എന്ന് വിളിക്കുന്നതാണ് കേൾക്കുന്നത്. ഈ കുട്ടികളുടെ ശബ്ദം അത്രേ ഉള്ളൂ. അത് കംസൻ്റെ മനസ്സിൽ മാമാ എന്ന് വിളിക്കുന്നതായിട്ട് അത്ര തോന്നുന്നത്. കാരണം പെങ്ങളുടെ കുട്ടിയാണ്, മാതുലനാണ്, അമ്മാവനാണ്. അപ്പം മാമ എന്ന് കുട്ടി വിളിക്കുന്നതായിട്ട് ഒരു കുട്ടിയുടെ ഒരു സൗണ്ട്സിനെ അയാൾ ഇന്റർപ്രറ്റ് ചെയ്യാണ്. അയാളുടെ മനസ്സിനകത്ത് തന്മയുണ്ട്. അയാൾ അദ്ദേഹം കാലനേമി എന്ന് പറയുന്ന അസുരനായിരുന്നു പൂർവ്വജന്മത്തിൽ. അദ്ദേഹം ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരിച്ച ആളാണ്. അപ്പം അതിൻ്റെ ഒരു സുഹൃത്ത് അയച്ചിട്ടുണ്ട്, മനസ്സിലുണ്ട്. ഈ പൂർവ്വം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ക്യാരി ഓവർ കിട്ടും. അപ്പോൾ ഈ കുട്ടിയെ ഞാൻ കൊല്ലുന്നില്ല, കാരണം 8ാമത്തെ കുട്ടിയല്ലേ വധിക്കുന്നു എന്ന് പറയുന്നത്. ഈ കുട്ടി എന്നെ ഒന്നും ചെയ്യില്ലല്ലോ, ഇതിനെ കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറയുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലേറ്റ് ആക്കുന്ന പരിപാടി വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരത്തിന് താമസം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നാരദ മഹർഷിയാണ് വന്ന് കംസനെ വീണ്ടും ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ദേവന്മാരുടെ സൂത്രം അറിയില്ല, ഇവിടെ ഈ മധുരയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ദേവന്മാരാണ്. വിഷ്ണു ജനിക്കും, അങ്ങ് പൗരജന്മത്തിൽ കാലനേമിയായിരുന്നു, അങ്ങേ വധിക്കാൻ വേണ്ടി വിഷ്ണു ജനിക്കുന്നുണ്ട്, അതിനുള്ള അരങ്ങൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ചിലപ്പോൾ ഈ കുട്ടിയായിരിക്കും 8ാമത്തെ കുട്ടി, റിവേഴ്സ് ഓർഡറിലാവും ചിലപ്പോൾ എണ്ണുന്നുണ്ടാവുക. അങ്ങനെ പല കൺഫ്യൂഷൻസ് ഉണ്ടാക്കും കംസൻ. അപ്പോഴാണ് ഓടിച്ചെന്ന് പിന്നെയും പിടിച്ച് കൊല്ലുകയും ചെയ്യുന്നത്. പിന്നീട് ഉണ്ടാകുന്ന ഓരോ കുട്ടി ഇതുപോലെ കാലിൽ പിടിച്ച് അവിടെ കംസൻ അതിനായിട്ടുള്ളൊരു സെറ്റിലൊക്കെ ഉണ്ടാക്കിയതാണ്. അവിടെയാണ് ഭഗവാന്റെ ഈ 6 കുട്ടികളും മരിച്ച 7ാമത്തെ കുട്ടിക്കുള്ള ഗർഭം ധരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടി പറയും, ഭഗവാൻ അവതാരത്തിന് തയ്യാറെടുക്കുകയാണ് വൈകുണ്ഠത്തിൽ. അപ്പോൾ സംഘർഷണമൂർത്തി, അതായത് അനന്തൻ, ഭഗവാനോടെ കൂടെ എപ്പോഴും അവർ തമ്മിൽ സെപ്പറേഷൻ ഇല്ല. ഭഗവാൻ എവിടെ പോയാലും അനന്തൻ കൂടെ ഉണ്ടെന്നാണ്. കാലസംഘർഷണമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അദ്ദേഹമാണല്ലോ ഭൂമിയെ തന്നെ താങ്ങി നിർത്തുന്ന അനന്തനാണെന്നുള്ളത് നമ്മുടെ സങ്കല്പം. അപ്പോൾ കഴിഞ്ഞൊരു അവതാരത്തിൽ ഈ രാമാവതാരം ഭഗവാൻ എടുക്കുന്ന സമയത്ത് അനുജനായിട്ടാണ്, ലക്ഷ്മണൻ ആയിട്ടാണ് ജനിക്കുന്നത്, അനന്തൻ ജനിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഭഗവാന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചേ നടന്നിട്ടുള്ളൂ ലക്ഷ്മണനെ പോലത്തെ ഒരു സഹോദരനില്ല എന്ന് നമുക്ക് പറയാലോ. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞത്രേ എനിക്ക് കുറച്ച് റൈറ്റ്സ് വേണം, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഭഗവാൻ ഒന്ന് അങ്ങനെ ആയിക്കോട്ടെ, ഏട്ടൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ടാണ് സംഘർഷണമൂർത്തിയായിട്ട് ഭഗവാന്റെ അംശത്തോടു കൂടി. നമ്മളിപ്പം കേരളീയ പാരമ്പര്യത്തിലൊക്കെ ആണെങ്കിൽ തോന്നുന്നു നമ്മൾ 10 അവതാരങ്ങൾ കൂട്ടുമ്പോൾ ബലരാമനയിൽ കൂട്ടുക. നോർത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അവിടെ ബുദ്ധനെയാണ് കൂട്ടുക. അവിടെ 8ാമത്തെ അവതാരമായിട്ട് കൃഷ്ണൻ വരും, 9ാമത്തെ അവതാരം ബുദ്ധൻ, 10ാമത്തെ അവതാരം കൽക്കി എന്നാണ് പറയുക. നമ്മളിവിടെ 8ാമത്തെ അവതാരം ബലഭദ്രൻ, 9ാമത്തെ അവതാരം കൃഷ്ണൻ, 10ാമത്തെ അവതാരം കൽക്കി എന്നാണ് പറയുക. നോർത്തിൽ ബലഭദ്രനെ അത്ര കണ്ടങ്ങോട്ട് കൃഷ്ണാവതാരം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് കണക്കാക്കുന്ന സങ്കല്പമില്ല. അവിടെ പക്ക സംഘർഷണമൂർത്തിയാണ്.
അനന്തൻ്റെ അവതാരമായിട്ട് തന്നെയാണ്. അങ്ങനെ ഈ ലോജിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്മണനെയും ദശാവതാരത്തിൽ കൂട്ടണമായിരുന്നു. അത് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഈ സംഘർഷണമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ ഗർഭം ആദ്യം യശോദയിലേക്ക് ഉണ്ടാവുന്നതാണ്, സോറി ഈ ദേവകിയിലേക്ക്. പിന്നെ അവിടുന്ന് അപ്പം തൊട്ടേ കംസന് ഇതിൻ്റെ സിംറ്റംസ് കണ്ടു. കാരണം അനന്തൻ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് വേറിട്ട ആളല്ല. ആ ചൈതന്യം അവിടെ വരുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഈ ഫീൽ നമുക്കറിയാലോ. നമ്മുടെ ഒരു ചില ആളുകളൊക്കെ പറയില്ല, ഈ അന്ത്യസമയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എലമെൻറ്റ്സ് ഇങ്ങനെ യൂണിവേഴ്സ് കാണിച്ചു തുടങ്ങുമെന്ന് പറയുന്ന ആ രീതി അവിടെ തൊട്ട് തുടങ്ങുകയാണ്. അതുവരെ കംസൻ്റെ അപ്രമാദിത്ത കാണണേ. ഈ 6 കുട്ടികളെ വധിക്കുമ്പോഴും കംസൻ ഒരു കടുകീണ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ഗർഭം 7ാമത്തെ ഗർഭം വരുന്നത് തൊട്ടിട്ട് സിംറ്റംസ് കണ്ടു തുടങ്ങിയതാണ്. അപ്പോഴാണ് ഏതൊരു സമയത്ത് ഭഗവാൻ തന്നെ യോഗമായി അയച്ച് ഈ കുട്ടിയുടെ ഗർഭത്തെ വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായിട്ട് ഗോകുലത്തിൽ താമസിക്കുന്ന രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുന്നത്. അത് വളരെ എന്താ പറയുക, ഒരു ശബ്ദം പോലും ഒരു ഭീം ഓഫ് ലൈറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെളിച്ചത്തിൻ്റെ എലമെന്റിലാണ് കൊണ്ടുപോകുന്നത് പറയുന്നത്. അപ്പോഴാണ് ഭഗവാന്റെ അവതാരം ഇനി അടുത്ത് ഉണ്ടാവാൻ പോവാ. ഇനി ഏട്ടൻ്റെ എൻട്രി കഴിഞ്ഞു, ഇനിയാണ് ഭഗവാന്റെ എൻട്രി. ആ സമയത്തും ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ഭഗവാൻ, അതിനു വേണ്ടിയാണ് ഭഗവാൻ യോഗമായെ സ്മരിക്കുന്നത് ഒരിക്കൽ കൂടി. അങ്ങ് യശോദയുടെ ഗർഭത്തിൽ പ്രവേശിക്കണമെന്നും ഞാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുമെന്നും എന്നെ അവിടെ കൊണ്ടുപോയി നിൽക്കുന്ന സമയത്ത് അമ്മയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അതായത് എൻ്റെ ഈ അവതാരത്തിന് എനിക്ക് വേണ്ട ഒരു സഹായങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഭഗവാന്റെ നിർദ്ദേശം. ഒരു ശക്തി തന്നെയാണത്, പരാശക്തി തന്നെയാണ്. വിഷ്ണു സഹോദരി എന്നാണല്ലോ നമ്മൾ പറയുക. പത്മനാഭ സഹോദരി നമ്മൾ ലളിതാസഹസ്രനാമത്തിൽ പറയുന്ന പോലെ പത്മനാഭ സഹോദരി ഭഗവാന്റെ അനുജത്തി അല്ലെങ്കിൽ ഭഗവാന്റെ കൂടപ്പറപ്പ് എന്നുള്ള സ്ഥാനമാണ്. ഈ സ്ഥാനത്തിലുള്ള ദേവതയാണ് നമ്മൾ ഗുരുവായൂർ എടത്തിരികത്തുകാവ് ഭഗവതിയായിട്ട് കാണുന്നത്. അല്ലാതെ അവിടെ രാധയോ യശോദയോ ഒന്നുമായിട്ടുള്ള സങ്കല്പങ്ങളല്ല. നമുക്ക് പരാശക്തി യോഗമായ എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ മഹാകാളി സങ്കല്പത്തിലുള്ള ദേവതയാകും. തീർച്ചയായിട്ടും അവിടെ പുരിയിൽ നമുക്ക് അവിടെ ദ്രൗപദി എന്ന് പറഞ്ഞ സങ്കല്പം കൂടെ വരുന്നുണ്ട്. പക്ഷേ അവിടെ ദേവിയുടെ സങ്കല്പം ഉള്ളിടത്തോളം കാലം പരാശക്തി ഓട്ടോമാറ്റിക്കലി വരും, എല്ലായിടത്തും വരും. നമ്മൾ എവിടെ ദേവി എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ അവിടെ പരാശക്തി ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അങ്ങനെ അമ്മയുടെ അവതാരം ഉണ്ടാകുന്ന സമയത്ത് അമ്മയ്ക്ക് ഭഗവാൻ കൊടുക്കുന്ന വരദാനമായിട്ടാണ് പറയുന്നത്, കലിയുഗത്തിൽ എന്നെ ഈ സഹായിച്ചതിൻ്റെ ഫലമായി പലവിധ പേരുകളിൽ ഭദ്രകാളി, നാരായണി, ത്രയംബിക, പത്മനാഭ സഹോദരി തുടങ്ങിയുള്ള പേരുകളിൽ അങ്ങയെ കലിയുഗത്തിൽ ആളുകൾ ആദരിക്കും, അങ്ങേക്ക് മന്ദിരങ്ങൾ ഉണ്ടാക്കി പൂജിക്കും എന്നൊരു അനുഗ്രഹം ഭഗവാനോട് കൊടുക്കുന്നത് ഭാഗവത്തിൽ കൃത്യമായിട്ട് കാണാം. ഈ പേരുകളൊക്കെ വെച്ച് അങ്ങയെ ആരാധിക്കും എന്ന് പറയുന്നൊരു അനുഗ്രഹം വിഷ്ണു അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന മൂർത്തി ഈ യോഗമായയ്ക്ക് കൊടുക്കുന്നതായിട്ട് ഭാഗവതം പറയുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞത് ഒരു നമ്മൾ എന്താ പറയുക, ഒരു ഗർഭാവസ്ഥ എന്നുള്ളത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതല്ല. അതെ. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ അങ്ങനത്തെ ഒരു നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണൻ്റെ ഭംഗി, കൃഷ്ണൻ്റെ ലുക്ക്, അല്ലെ കൃഷ്ണൻ്റെ ആ ഒരു ഭാവം ഈ യോഗമായുള്ള ഈ മാറ്റത്തിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. നമുക്ക് നമ്മളെന്തിലും ഇപ്പം ഗുരുവായൂരപ്പൻ്റെ ശക്തി അല്ലേ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ശക്തി നോക്കൂ, പറയുമ്പോൾ അവസാനിക്കുന്ന എന്തില്ല, ശക്തി എന്ന് പറയുന്ന വാക്കിൽ അവസാനിക്കുന്നത് അല്ലേ. ശക്തി എന്ന് പറയുന്ന വാക്കിന് പരാശക്തിയുടെ സിംറ്റംസ് നമുക്ക് അവസാനം കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുള്ളൂ. എന്തിനും ശക്തി എന്ന് പറയുന്നൊരു ടേം നിങ്ങൾ എപ്പോൾ ഉപയോഗിച്ചാൽ അവിടെ ദേവി വന്നതാണ്, അതിൽ വേറെ ചേഞ്ച് ഇല്ല. നമുക്ക് ഭഗവാനിൽ പോലും സുദർശനമായിരിക്കുന്ന ശക്തി എന്നാണ് പറയുക. സുദർശനത്തിൻ്റെ ശക്തി കൊണ്ട് ഭഗവാൻ നിഗ്രഹിക്കുന്നു. സുദർശനത്തിൻ്റെ ശക്തി എന്താ? അപ്പോൾ പരാശക്തിയാണ്. എന്തിലും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തിട്ട് അമ്മ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ സൗന്ദര്യത്തിന്, ഭഗവാന്റെ നിറത്തിന്, ഭഗവാൻ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ലീലകൾക്കൊക്കെ തന്നെ അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ്. ഏറ്റവും ഹാൻസം ആയിട്ടുള്ള വെച്ചാൽ മത ഒന്നും ഡിഫറൻസ് ഒന്നും ഇല്ലാതെ നമ്മളൊരു സ്നേഹം പറയുമ്പോൾ അവിടെ കൃഷ്ണനെയാണ്. അതെ. അതാണ് ഇപ്പം നമ്മൾ ലളിതാ ത്രിപുര സുന്ദരി എന്നാണല്ലോ പറയുക. അതെ. ഭഗവാനെ നമ്മൾ വിളിക്കുന്നതും ത്രിപുര സുന്ദരൻ എന്നാണ് കൃഷ്ണൻ. ഏറ്റവും കറുത്തിട്ടാണെങ്കിലും ഭാഗവതത്തിൽ തന്നെ വൃന്ദാവന ലീലയൊക്കെ പറയുന്നു, കോടിക്കോടി മന്മഥൻ്റെ ചൈതന്യമാണ്. അതായത് എത്രയോ കാമദേവന്മാർ ചേർന്ന് നിന്നാൽ പോലും ഭഗവാന്റെ അത്ര ഭംഗിയില്ല. അപ്പം അമ്മയായിട്ടുള്ള കണക്ഷൻ എല്ലാ സമയത്തും അവിടെ വന്നുകൊണ്ടേയിരിക്കും. അമ്മയിൽ നിന്ന് വേറിട്ടല്ല ഭഗവാന്റെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പോലും പറയാറില്ല. ശരിക്കും സഹോദരി തന്നെയാണ്, സഹോദരി സങ്കല്പത്തിലാണ്. അപ്പോൾ ഈവൻ അതുകൊണ്ടാണല്ലോ നമ്മൾ ചില ഫോട്ടോഗ്രാഫുകളിലൊക്കെ ശിവന് ഭഗവതിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് വിഷ്ണു ആണല്ലോ കൈപിടിച്ച് കൊടുക്കുക, ഏട്ടൻ കൈപിടിച്ച് കൊടുക്കുന്നു അനിയത്തിയെ എന്നുള്ളതാണ്. അച്ഛനില്ലെങ്കിൽ പിന്നെ ഏട്ടനാണ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ഭഗവാൻ മഹാദേവന് ഈ അമ്മയെ പരിണയം ചെയ്ത് കൊടുക്കുമ്പോൾ കൈ പിടിച്ച് ഏൽപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അത് നമ്മുടെ ഹിമവാന്റെ ചിത്രം കാണിക്കാനുണ്ട്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് വിഷ്ണു തന്നെ കാണിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ തമിഴ് കൾച്ചറുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ വിഷ്ണുവാണ് കൈ പിടിച്ച് കൊടുക്കുന്നതായിട്ട് കാണിക്കുക. അതായത് ഏട്ടൻ എന്നുള്ള സങ്കല്പത്തിലാണ് സഹോദരൻ കൈപിടിച്ച് ശംഖ് ചക്ര കഥാപത്മത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ തന്നെ രൂപമാണ് അത്.
ചേർത്തേനൊക്കെ തന്നെ പറയാറുണ്ട്. അത് നമ്മുടെ കൺസെപ്റ്റിലേക്ക് കുറച്ചും കൂടെ താത്വികമായിട്ട് കാണുകയാണെങ്കിൽ ശിവൻ എന്ന് പറയുന്നത് ആത്മാവാണ്, ദേവി എന്ന് പറയുന്നത് ശരീരമാണ്. ഈ ശരീരവും ആത്മാവും ചേർന്നിരിക്കുന്നത് വിഷ്ണു ശക്തി എന്ന് പറയുന്ന വ്യൂഹിനി എന്ന് പറയുന്ന ശക്തിയുള്ളിടത്തോളം മാത്രമാണ്. ഈ വ്യൂഹിനി എപ്പോൾ പോകുന്നു അപ്പോൾ ആത്മാവും ശരീരവും വേറെ വേറെയായി, ശിവനും ശക്തിയും വേറെ വേറെയായി. എപ്പോഴും ശിവൻ ഒറ്റയ്ക്കിരിക്കാൻ, ആത്മാവ് എപ്പോഴും സ്വതന്ത്രതയാണ് എപ്പോഴും അന്വേഷിക്കുന്നത് അല്ലേ. അമ്മ ഭഗവാനെ അടുപ്പിക്കാൻ നോക്കുകയാണ്, ആ അടുപ്പിക്കാൻ നോക്കുന്നതിന് കൂട്ടു നിൽക്കുന്നത് വിഷ്ണു ശക്തിയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ സ്ഥിതിയുടെ ദേവനാണെന്ന് പറയുന്നത്, ഈ കൈ പിടിച്ചു കൊടുക്കുന്നത്. ശരീരവും ആത്മാവും ഒപ്പം നിൽക്കുന്നത് വിഷ്ണു ശക്തിയായിട്ടുള്ള വ്യൂഹിനി ഒപ്പമുള്ളതുകൊണ്ടാണ്. എപ്പോൾ വ്യൂഹിനി പോകുന്നു ശരീരവും ആത്മാവും രണ്ടായി, ശരീരം വീണു ജഡായി. അതിനൊക്കെ അങ്ങനെ ഇൻ്റർപ്രിറ്റേഷൻസ് കൊടുക്കാം. അങ്ങനെയാണ് ദേവി ഈ പറയുന്ന യശോദയുടെ ഗർഭത്തിലും ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിലും ജനിക്കുന്നത്. അത് വളരെ വിശേഷമായിട്ടുള്ള നിരവധി സ്തുതികൾ അവിടെ ഭാഗവത്തിൽ കാണാം. അങ്ങനെ ഭഗവാന്റെ അവതാരം ഉണ്ടാകുന്നു. അവിടെ ഭഗവാൻ കൃത്യമായിട്ട് വസുദേവർക്കും ദേവകിക്കും പറയുന്നു, ചതുർബാഹു രൂപമായിട്ടാണ് ഭഗവാൻ പ്രകടമാവുന്നത് കാരാഗ്രഹത്തിൽ. അവിടെ കൃത്യമായിട്ട് ദേവകിക്കും അതുപോലെ വസുദേവർക്കും കൊടുക്കുന്ന ഭഗവാന്റെ ഉപദേശമുണ്ട്. അത് തന്നെയാണ് നമുക്കൊക്കെ പ്രാവർത്തികമാക്കാനുള്ളത്. അവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ സ്നേഹിക്കുമ്പോഴും ബ്രഹ്മഭാവത്തിൽ ആലോചിക്കണം എന്നാണ്. നിങ്ങൾ എന്നെ ഉണ്ണിക്കണ്ണനായിട്ട് കണ്ടോളൂ, നിങ്ങൾ കാമുകനായിട്ട് കണ്ടോളൂ, നിങ്ങൾ സുഹൃത്തായിട്ട് കണ്ടോളൂ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ തന്നെയാണ് എന്നെ സ്നേഹിക്കേണ്ടത്, എനിക്ക് സ്നേഹം വേണം. പക്ഷേ ആ സ്നേഹത്തിൽ നിൽക്കരുത്, ആത്യന്തികമായിട്ട് ഞാൻ ബ്രഹ്മമാണ് എന്ന ബോധത്തിലേക്ക് നിങ്ങൾ വളരണം എന്നാണ്. ബ്രഹ്മമാണെന്നുള്ള ബോധം എപ്പോഴും വന്നു കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടാവില്ല. അപ്പം എന്താ, സ്നേഹവും വേണം, ഒപ്പം ആ പരമമായിട്ടുള്ള അറിവ്, ഞാൻ തന്നെയാണ് നിങ്ങൾ എൻ്റെ അംശമാണ്, നിങ്ങളിൽ നിന്ന് വേറിട്ടൊരാളല്ല ഞാൻ എന്നുള്ള പരമമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടാണ് ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലും ഭഗവാൻ ഭാഗവത്തിൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നില്ല എന്നെ കൊണ്ടുപോകണം എന്നുള്ളത്. ഭഗവാന് കംസനെ പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് കംസനെ ഭയം ഉണ്ടെങ്കിൽ എന്നെ ഗോകുലത്തിലേക്ക് ആയിക്കോളൂ എന്നുള്ള സജഷനാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ഇൻട്രപ്റ്റ്, അതായത് നമ്മളിപ്പം കൃഷ്ണനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും, മറ്റേ എന്ന് വെച്ചാൽ ആ ഗർഭാവസ്ഥയിൽ നിന്ന് യമുന കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് പോകുന്നത്. പക്ഷെ നേരെ തിരിച്ച് അവിടെ നിന്ന് വരുന്ന സമയത്ത് ഈ കുഞ്ഞിനായിട്ട് വരുമ്പോൾ ആ കുഞ്ഞ് കരയുകയും പിന്നെ ഭയങ്കര ബഹളം. അപ്പോൾ ശക്തിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, അവിടെ നിന്നാണല്ലോ ശരിക്കും ദേവി രൂപം വരുന്നത്. ഇതിനെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അതായത് ആചാര്യന്മാർ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ തവണ പറയുന്നൊരു സമയത്തും പറഞ്ഞിരുന്നു, ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണാവതാരം ഉണ്ടാവുന്ന സമയത്ത് കൃഷ്ണനെ കയ്യിലെടുക്കുന്നു വസുദേവർ അല്ലേ. സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാ കഥകളിലും സീരിയലിലൊക്കെ കാണുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് കയ്യിലെ ചങ്ങലകളെ കഴിഞ്ഞു പോകും അല്ലേ. എല്ലാ ബന്ധങ്ങളും എന്താ അതിൻ്റെ തത്വാംശം? ആ ആനന്ദ വസ്തു നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബന്ധനങ്ങൾ പോയി എന്നാണ്. നമ്മൾ ഭഗവാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബന്ധനങ്ങളില്ല, പിന്നെ യമുനയുടെ തടസ്സമില്ല. ഭഗവാൻ അനന്തൻ പോലും നമ്മുടെ കൂടെ നിൽക്കുന്ന എന്തിന്? ആ സാക്ഷാത്കാരത്തിൻ്റെ യാത്രയിൽ. സത്യം അല്ലേ. ഭഗവാനെ കയ്യിലെടുക്കുന്നതോട് കൂടിയിട്ട് സകല മറ്റേ പ്രശ്നങ്ങളൊക്കെ മാറി, യാത്രക്കാരുറങ്ങി, എല്ലാം മാറി. അവിടെ മഴ പെയ്യുന്നു, കഠിനമായിട്ടുള്ള മഴ ഉണ്ടാവുന്നു എന്നല്ല പറയുന്നത് അല്ലേ. ആനന്ദത്തിൻ്റെ അമൃത വർഷമാണ്, അമൃതാണ് അത് പെയ്യുന്നത്. പറയുന്നു യമുനയ്ക്ക് പോലും ഭഗവാന്റെ കാലൊന്ന് കഴുകാനുള്ളൊരു സമയം അല്ലേ. അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഭഗവാൻ എടുക്കുന്ന സമയത്ത് ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് ഗോകുലത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നതാണ്. ഇപ്പം ഭഗവാനെ പിരിയോ എന്നുള്ള പേടിയാണ് പിന്നെ, കാരണം അത് കൊണ്ടുപോയി വെക്കണം എവിടെ? ഗോകുലത്തിൽ. അപ്പം മനസ്സിൽ മൊത്തം എപ്പോഴും വിഷമാണ്, അയ്യോ ഇവിടെ വന്ന് പെട്ടുപോയല്ലോ എന്നുള്ള നമ്മുടെ ആത്മാവിൻ്റെ വിഷമം. ഭഗവാനെ കിട്ടിയിട്ടും നമ്മൾ ഇവിടെ നിൽക്കുകയാണല്ലോ. ഭഗവാനെ കിട്ടി നമുക്ക് മനസ്സിൽ നിൽക്കാൻ പറ്റില്ല, ശരീരത്തിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ അതിൽ പോയി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ രണ്ട് എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. പിന്നെ അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഇതിലെടുക്കണം. അങ്ങനെയാണ് യാത്ര തുടങ്ങുന്നത്. ഇനി ഇതിലേക്ക് അങ്ങനെ ചോദിച്ച കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇങ്ങനെ ഗോകുലത്തിലെത്തുകയും ഏത് കുട്ടിയാണ് പ്രസവിച്ചത്, ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാതെ ഉറങ്ങുന്ന യശോദ, ആ യശോദയുടെ അടുത്താണ്, അതുപോലും അറിയില്ലല്ലോ, അറിഞ്ഞെങ്കിൽ ഈ സീനില്ലല്ലോ. ആ യശോദയുടെ അടുത്താണ് ഭഗവതിയെ എടുത്ത് കൃഷ്ണനെ അവിടെ കിടത്തുന്നത്. കൃഷ്ണനെ അവിടെ കിടത്തി തിരിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു, ഭഗവതിനെ എടുക്കുന്നു. ഭഗവതി യോഗമായയാണ് അല്ലേ. ഇനി ഞാൻ പറയുന്നത് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കൂ. യോഗമായയാണ് ഭഗവതി എന്ന് പറയുന്നു. മായ എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ മതി. തിരിച്ച് അമ്മയെ കൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് ആ കുട്ടിയെ കയ്യിലെടുത്തോടുകൂടി, അമ്മയെ കയ്യിലെടുത്തോടുകൂടി ഈ പറയുന്ന കൃഷ്ണനെ ഉപേക്ഷിക്കപ്പെട്ട സങ്കടം വസുദേവനോട് മാറിയതാണ്. അമ്മയുടെ കാരുണ്യം, അമ്മയുടെ ശക്തി തന്നെയാണത്. അമ്മ പരമാനന്ദ വസ്തു തന്നെയാണ് അമ്മയും ഭഗവാനും ഭേദഭാവില്ല. പക്ഷേ മായ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ അതിനെടുക്കുമ്പോൾ ബ്രഹ്മവസ്തുവിനെ മാറ്റി മായ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
സന്തോഷം, സമാധാനമായി. സമാധാനമായി. അതായത് നമ്മൾ വീണ്ടും മായയിലേക്ക് പോയി. ആണ് വിഷ്ണു മായ എന്ന് പറയുന്നത്. നമ്മളെ ഭഗവാൻ മോഹിപ്പിക്കാനാണ് എപ്പോഴും മായ ഉപയോഗിക്കുക എന്ന് പറയില്ലേ. മായക്കണ്ണൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ചെയ്യും കൃഷ്ണനെ. അപ്പം അമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി മായ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ മായ വന്നോടുകൂടി സന്തോഷമായി, ഒരു കുഴപ്പമില്ല, കാരണം ഹാപ്പിയായി. ഇതേ മായയെ കൊണ്ട് കാരാഗ്രഹത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സീൻ എന്താ? കംപ്ലീറ്റ് ഉൾട്ടയാണ്. വീണ്ടും കാരാഗ്രഹത്തിലുണ്ടായിരുന്ന ചങ്ങലകളൊക്കെ വീണ്ടും കയ്യിൽ വന്ന് കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും എഴുന്നേക്കുന്നു, എല്ലാ പണ്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ. അപ്പം ഭഗവാനെ വിട്ട് മായയെ പിടിച്ചാൽ സംഭവിക്കും. വീണ്ടും ഇതാണ് നമ്മള് പരാശക്തി എന്നുള്ള രീതിയിലുള്ള ഞാൻ പറയുന്നത്. മായ എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ മതി. പരാശക്തി എടുത്തു കഴിഞ്ഞാലും ഭഗവാൻ എടുത്താലും വേറെ ഭേദഭാവമില്ല, അവരൊന്നു തന്നെ. പക്ഷെ മായ എന്ന് പറയുന്ന മായ വന്നോടുകൂടി ബന്ധനങ്ങൾ വീണ്ടും വന്നു. പക്ഷെ നമുക്ക് സമാധാനം കിട്ടുന്നത് കാരണം ലൗകികമായിട്ടുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു നൈമിഷിക സുഖം, അതെ, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭൂതി നമുക്ക് കിട്ടുന്നു. അവിടെയാണ് അമ്മ ഈ പറയുന്ന പോലെ പരാശക്തിക്ക് ഉണ്ടാവുന്ന ഒരു വൈഭവം. പരാശക്തി വന്നു കഴിഞ്ഞാൽ പരാശക്തിയുടെ ആ ഒരു സാന്നിധ്യം അമ്മ അറിയിക്കുന്നതാണ്. എവിടെയാണെങ്കിലും ശബ്ദം, അവിടെയാണ് ആ രോദന അല്ല അത് ഈ പറയുന്ന ഭദ്രകാളിയുടെയൊക്കെ അട്ടഹാസം, നമ്മൾ ഹുങ്കാരം എന്നൊക്കെ പറയില്ലേ, അതാണ് അവിടെ ഉണ്ടാക്കുന്നത്. കരച്ചിലല്ല. കരച്ചിൽ എന്ന് പറയുന്നത് രോദനാണ്, ദുഃഖം കൊണ്ടുണ്ടാവുന്നതാണ് കരച്ചിൽ. ഇത് അട്ടഹാസം ശരിക്കും. അമ്മ ഞാൻ വന്നിട്ടും ഇവൻ അമ്മ വരുന്ന സമയത്ത്, പരാശക്തി അവിടെ വരുന്ന സമയത്ത് ആരും എണീറ്റില്ല, എല്ലാവരും അതേ ഉറക്കത്തിൽ തന്നെയാണ്. അപ്പം അമ്മയ്ക്ക് പറഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ടും ഒരാൾ പോലും എന്നെ ഗൗനിക്കാതിരിക്കുന്നു വെച്ചിട്ടാണ് അമ്മ ഹുങ്കാരം മുഴങ്ങുന്നത്. പ്രപഞ്ചം മുഴുവൻ അട്ടഹസിക്കുന്ന രീതിയിലാണ് അമ്മയുടെ ആ ഒരു ഹുങ്കാരം കേൾക്കുന്നത്. അതാണ് കംസന് ഈ പറയുന്ന കാവൽക്കാർ പോയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അറിഞ്ഞു, അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അറിഞ്ഞു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു അലർച്ചയാണ്. അത് കരച്ചിലായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നാണ്. അമ്മ കരയുകയല്ല ചെയ്യണം, അമ്മ അലറുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വന്നിട്ടുണ്ട്, എന്നെ നോക്കാൻ ആരും വരുന്നില്ല എന്നുള്ള ആ ഒരു ശക്തി പ്രസൻസാണ്. ആ കംസൻ അത് കേട്ടിട്ടാണ് അവിടെ നിന്ന് ഈ ആലഭാരങ്ങളെ കഴിഞ്ഞ് വീണ് കിരീടം പോകുന്നു, എന്തൊക്കെയൊക്കെയോ കൊഴിഞ്ഞു പോകുന്നു. അവിടെ നിന്ന് എങ്ങനെ, കാരണം 8ാമത്തെ കുട്ടിയാണ്. 7ാമത്തെ കുട്ടി ഗർഭം അലസിപ്പോയി എന്നുള്ള കൺസെപ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. 8ാമത്തെ കുട്ടി എന്തായാലും വരും. ഇതാണ് അന്തകൻ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ക്രമം നോക്കുകയാണെങ്കിൽ ഇതാണ് അന്തകൻ എന്നാണ്. കയ്യിൽ നിന്ന് പിടിച്ചങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യണം. അപ്പോൾ ദേവകി തടയും. ഒരു കുട്ടിയെ വാങ്ങുമ്പോഴും ദേവകി തടഞ്ഞിട്ടില്ല. കരയും, പ്രയാസമൊക്കെ ഉണ്ട്. വസുദേവർക്ക് കൊടുക്കുന്ന സമയത്ത് ദേവകി കൊടുത്ത് വാങ്ങുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ദേവകി തടയുന്നില്ല? അത് സ്വന്തം കുട്ടിയെല്ലാം ദേവകിക്ക് അറിയാം അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതുവരെ കൊണ്ടുപോയത് മൊത്തം ആരെയായിരുന്നു? എൻ്റെ കുട്ടിയാണ്. ഇത് പോയത് എനിക്കേ ഉള്ളൂ. പക്ഷെ ഇപ്പം പോണത് ആരുടെ? വേറൊരാളുടെ കുട്ടി ഞാൻ കൊല്ലാൻ കൊടുക്കുക. ആ അമ്മയുടെ മനോഭാവം ആലോചിച്ചു. അവിടെ നിന്നാണ് കംസൻ പിടിച്ചു വാങ്ങുന്നത്. കംസൻ ഇതാണ് എൻ്റെ അന്തകൻ, ഇത് പെണ്ണല്ലേ? ദേവകി പറയുന്നുണ്ട്. ദേവകി ബാക്കിയുള്ളിടത്തൊന്നും ഡയലോഗില്ല. ഇവിടെ പറയുന്നത് എന്താ? അങ്ങയുടെ പുത്രന് പുത്രവധുവായിട്ട് വരേണ്ട കുട്ടിയാണ്, മരുമോളാണ്, പെങ്ങളുടെ കുട്ടി. അങ്ങക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഈ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കണം. അതാണ് ആ സമയത്തെ ധർമ്മം. ഇപ്പോഴൊക്കെ നമ്മൾ മുറപ്പെണ്ണെന്ന് പറയുമല്ലോ. അങ്ങനെ കുട്ടിക്ക് വധുവായിട്ട് തീരാനുള്ളതല്ലേ, ഇതിനെ കൊല്ലരുത്, ഇത് പെണ്ണല്ലേ, ഇതൊന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ആ ഒരു മനസ്സിലേക്ക് പറയുന്ന പോലെ അപ്പത്തൊട്ട് ചിന്തിക്കുകയാണല്ലോ ഈ അന്തകൻ എവിടെ. ഈ ഭയം അയാളെ പൂർണ്ണമായിട്ടും മാറ്റിയെടുത്തുന്നതാണ്. കംസൻ ചില ആചാര്യന്മാർ ഇൻ്റർപ്രറ്റ് ചെയ്യും കംസൻ സന്തോഷമായി ഇത്രേ, കംസൻ ഒക്കെ അഭിനയിക്കരുതെന്ന് പറയുന്നത്. കാരണം മോക്ഷത്തിലേക്കുള്ള സമയം വന്നു തുടങ്ങി. ആലോചിച്ചു, എനിക്ക് വീണ്ടും എൻ്റെ സോഴ്സിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് കൺസീവ് ചെയ്യണം ആണ് കംസൻ എടുക്കുന്നത്. 2 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും ആൾക്കാർ ഇതിന്. നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ച് നമുക്ക് എടുക്കാം. അങ്ങനെ കംസൻ വരികയും ഭഗവതിയുടെ ഈ കാല് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഈ ബലി കൊടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഉയർത്തുമ്പോഴാണ് കാല് കൊതറി മുകളിലേക്ക് പോകുന്നതും അട്ടഹാസിച്ചുകൊണ്ട് 8 കൈകളോട് കൂടിയിട്ടുള്ള ആ ഭഗവതി രൂപം, ആ വിശ്വരൂപം കാണിക്കുന്നത്. അവിടുത്തെ ആദ്യത്തെ ഡയലോഗ് കംസ, മൂഢനായ കംസ, പെണ്ണുങ്ങളോടാണോ നീ അതിക്രമം കാണിക്കുന്നതാണ്, പരാക്രമം സ്ത്രീകളോടല്ല എന്ന് പറയില്ലേ. അത് ചോദിച്ചിട്ടാണ് ഭഗവതി പറയുന്നത്, നീ എന്നെയാണോ കൊല്ലാൻ നോക്കുന്നത്? ആരെ? ഈ പ്രപഞ്ചമാതാവായിട്ടുള്ള എന്നെ, കേവലം ഒരു കംസനായ നീ എന്നെ കൊല്ലാൻ നോക്കുന്നോ? നീ നിന്റെ അന്തകൻ എന്ന് തെറ്റിദ്ധരിച്ചാണ് എന്നെ കൊല്ലാൻ നോക്കുന്നതെങ്കിൽ നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്നൊരു ഭയം കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ജനിച്ചിട്ടുണ്ട്, അപ്പുറത്ത് ജനിച്ചിട്ടുണ്ടെന്നാണ്. അതിൻ്റെ കൂടെ തന്നെ ഭഗവതി പറയുന്നുണ്ട്, എന്നെ കൊല്ലാൻ നോക്കിയത് ഞാൻ ക്ഷമിക്കില്ല. എന്നെ കൊല്ലാൻ നോക്കിയവരൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ എൻ്റെ കാല് പിടിച്ചു. കാല് പിടിച്ചാണ് നോക്കിയത്. എൻ്റെ പാദസ്പർശം എന്ന് പറയുന്ന ഒരു പുണ്യം നീ ചെയ്തതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാതെ വരുന്നില്ല, ഒരു അനുഗ്രഹം തരാം, നിന്റെ മരണം വളരെ പെട്ടെന്ന് നടക്കും. അതാണ് ഈ അമ്മയുടെ ഒരു കാരുണ്യം. ഗുരുവായൂരപ്പനാണെങ്കിൽ ചെറുപ്പം പിടിക്കും, ഭഗവാൻ കുറച്ചൊന്ന് കൺസീവ് ചെയ്തിട്ടേ കൊടുക്കും. അമ്മയ്ക്ക് അങ്ങനെയല്ല. അമ്മയ്ക്ക് എല്ലാവരും പ്രപഞ്ചജനനിയാണ് അമ്മ. അവിടെ
ചീത്ത കുട്ടി നല്ല കുട്ടി എന്നുള്ള ഭേദഭാവമില്ല. എല്ലാവരും എൻ്റെ മക്കളാന്നുള്ള കൺസെപ്റ്റാണ്. എല്ലാവരും നന്നാവണം എന്നാണ് അമ്മയുടെ കൺസെപ്റ്റ്. ഗുരുവായൂരപ്പനാണെങ്കിൽ ഒന്ന് ഉറച്ചരച്ചേ നേരേക്കുള്ളൂ. അമ്മ ഓൺ ദ സ്പോട്ട് നന്നാക്കണതിൻ്റെ ആളാണ്. മഹിഷനാണെങ്കിലും ദാരികനാണെങ്കിലും ഒക്കെ അങ്ങനെ അമ്മ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അവരൊക്കെ തന്നിൽ നിന്ന് വേറെ ആയിട്ട് അമ്മ കണ്ടിട്ടില്ല. അതുകൊണ്ടല്ല അവരുടെയൊക്കെ ഒരു ശിരസ് ഇപ്പോഴും അമ്മയുടെ കയ്യിലുള്ളത് അല്ലേ. അവരുടെ എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴും എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ആ ഒരു രീതിയിൽ അമ്മയെ കാണുമ്പോൾ അമ്മയ്ക്കുള്ള മാതൃവാത്സല്യം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. പരാശക്തിയുടെ ആ പരാശക്തിയാണ് ഈ 8 കൈകളോട് കൂടി കംസന് ദർശനം നൽകി അവിടുന്ന് കടന്നു പോകുന്നു. പക്ഷേ കംസനോട് പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അന്തകൻ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്റെ അന്തകൻ ജനിച്ചു. യെസ്, ആ ഒരു വാണിംഗ് കൊടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ അതായത് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നല്ലേ. അത് പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് എത്ര പേര് കൺവേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഭാഗവത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ഈ പരാശക്തിയായിട്ടുള്ള ഭഗവതിയുടെ അന്തർധാനം ഉണ്ടാകുന്നതോടുകൂടി കംസൻ ആദ്യം ചെയ്യുന്നത് ദേവകിയുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നതാണ്. ഭാഗവത് നോക്കൂ, ഞാൻ വെറുതെ പറയുന്നില്ല, ഭാഗവത്തിലുള്ള കാര്യം പറയുന്നത്. അങ്ങനെ സംഭവിച്ചൊക്കെ തെറ്റായിപ്പോയി, എന്നിട്ട് അവരെ കാരാഗ്രഹത്തിൽ നിന്ന് തുറന്നു വിടുന്നുണ്ട്. കുറേ ആൾക്കാരുടെ കൺസെപ്റ്റ് കൃഷ്ണൻ വന്നിട്ടാണ് ഈ ദേവകിയും വസുദേവരെയും കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച് കംസനെ വധിച്ചത്. അങ്ങനെയല്ല, 8ാമത്തെ കുട്ടിയായിട്ടുള്ള ഈ പെൺകുട്ടി അന്തർധാനം ചെയ്തതോടുകൂടി കംസൻ ഇവരെ രണ്ടുപേരെയും മോചിപ്പിക്കും. ഭാഗത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു, അതൊന്ന് റെഫറൻസ് നോക്കിയത്. ദശമസ്കന്ധത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ചെയ്ത് തെറ്റായി പോയി, അങ്ങനെയല്ലേ, നമുക്ക് നൈമിഷമായിട്ടുള്ള കാര്യങ്ങളല്ലേ, ആർക്കാണ് ജീവിതത്തിൽ കൊതി ഉണ്ടാവാത്തത് എന്നൊക്കെ പറഞ്ഞ് കംസൻ്റെ പ്രസംഗമൊക്കെ ഉണ്ട് ദേവകിയുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് തുറന്നുവിടും. അങ്ങനെയാണ് ഭാഗത്തിൽ കാണുന്നത്. അപ്പോൾ പിന്നീടാണ് വീണ്ടും നാരദർ വരുന്നത്. അല്ലെങ്കിൽ കുറേ കംസൻ്റെ ഈ പറയുന്ന ധേനുകൻ, പൂതന, ഈ പറയുന്ന എന്താ കുറേ അസുരന്മാരുണ്ടല്ലോ, കംസൻ്റെ ഭൃത്യന്മാർ, അവരൊക്കെ വന്ന് പ്രണാവർത്തൻ, ശകടാസുരൻ, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇവരൊക്കെ വന്നിട്ട് കംസനോട് വീണ്ടും പറയുകയാണ്, നിൻ്റെ അന്തകൻ ജനിച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്, സത്യമായിരിക്കും. അപ്പോൾ എന്താ ഓപ്ഷൻ ഉള്ളത്? ഈ അടുത്ത കാലത്ത് ജനിച്ച എല്ലാവരും കൊല്ലാം. അങ്ങനെ. അതായത് ഈ ടൈം പീരീഡിനകത്ത് ജനിച്ചവരെ മുഴുവൻ കൊന്നു കഴിഞ്ഞാൽ അന്തകൻ അതിനുള്ളിൽ പെട്ടോളും. ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് 1 to 5 ഡേയ്സിനകത്ത് ജനിച്ച ആൾക്കാരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവൾ പറഞ്ഞതനുസരിച്ച് അവനും അതിൽ പെടും അല്ലേ. അവിടെയാണ് ഈ ഗോകുലത്തിൽ ഇതൊന്നും അറിയാതെ ഒരാൾ യശോദയുടെ അടുത്ത് കിടക്കുകയും ചെയ്തു. അവിടെ പിറ്റേന്ന് പോലെ കൃഷ്ണാവതാര മഹോത്സവം എന്നാണ്. പിന്നീട് അങ്ങോട്ട് അവിടെ ഉണ്ടായതൊക്കെ അവർ നോക്കൂ, ഭഗവാൻ തിരഞ്ഞെടുത്തത് പോലും അക്ഷരാഭ്യാസം ഇല്ലാത്ത, അല്ല അതൊരു സോ കോൾഡ് സെക്കൻഡ് കാറ്റഗറിയിൽ നിന്ന് മാറ്റി നിർത്തിയ, ഒരു പഠിപ്പില്ലാത്ത, ഈവൻ കൃഷ്ണൻ വിദ്യാഭ്യാസം നടത്തുന്നത് 12 വയസ്സിലാണ് ഭഗവാൻ അധ്യക്ഷ പറയുന്നത്. അതുവരെ ഈ കന്നുകാലികളെ മേയിച്ച് നടക്കുന്ന ഒരു റിഫോമറാണ് പുള്ളി. കാരണം ഒന്നിനും പറ്റാത്തൊരു സൊസൈറ്റീനെ, അത് നിങ്ങളിപ്പം പുറത്ത് ദ്വാപര യുഗത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് പുള്ളി ഈ ഇവരെ മൊത്തം ഉദ്ധരിച്ച് പണക്കാരാക്കിയെന്നല്ല, പിന്നീട് ഏറ്റവും വലിയ മർച്ചൻസ് ആയി മാറുന്നതും. ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഒരു സാമ്പത്തികമായ വലിയ ഉന്നങ്ങളിലേക്ക് പോവുകയും പിന്നെ അവർ എന്താ പറയുക, അവരുടെ പിന്നെ നമ്മളെ എന്താ പറയുക, നമുക്കൊരു ഒരു സാധനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ അഹങ്കാരങ്ങൾ വരുന്നതും കൺഫ്യൂഷൻസ് വരുന്നതൊക്കെ. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു സ്റ്റോറി ഭഗവാന്റെ അവതാരം ധർമ്മ സംസ്ഥാപനത്തിനാണെന്നുള്ള. ഇത് മഹാഭാരതത്തിൽ എന്തുകൊണ്ട് മഹാഭാരതത്തിൽ ഈ കൃഷ്ണൻ്റെ അവതാരത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു ഒരു സ്റ്റോറി ആയിട്ടില്ല ഭഗവാൻ. അത് കൃത്യമായിട്ട് പിന്നെ ഹരികഥ എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടൊരു വേർഷൻ കൂട്ടിച്ചേർത്തിട്ടാണ് മഹാഭാരതത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. മഹാഭാരതം എന്ന് പറയുന്നത് ഒരു ദൈവികത്വമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ഗ്രന്ഥമായിട്ട് അതിനെ കാണേണ്ടതാണ് പറയുന്നത്. ജയം എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര് എന്നാണല്ലോ പറയുന്നത്. മഹാഭാരതം എന്നുള്ള പേര് ഇപ്പോഴാണ് വന്നത്. ജയം എന്ന് പറയുന്ന പേരിനകത്ത് തന്നെ ജ എന്ന അർത്ഥം കൊണ്ട് ജനനവും യാ എന്ന അർത്ഥം കൊണ്ട് മരണവും, ജനനം മുതൽ മരണം വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇതിനകത്തുള്ളത് എല്ലായിടത്തും ഉണ്ട്, ഇതിൽ കാണാത്തത് നിങ്ങൾക്ക് പുറത്തെവിടെയും കാണാൻ പറ്റില്ല എന്ന് വിദേശത്തുള്ള തത്വചിന്തകന്മാരെ പറയുന്നത്. ഇതിനകത്തുള്ളതേ ലോകത്തൊക്കെ നടക്കുന്നുള്ളൂ ഇന്നും. അത് തന്നെയാണ് അതിൻ്റെ വേർഷൻസ് ആണ്. അവിടെ കൃഷ്ണനെ കൊണ്ടുവന്ന എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസെപ്റ്റ് മാറും. വെനെവർ യു ആർ റീപ്ലേസിങ് കൃഷ്ണ ഇൻ എ ബുക്ക് ഓർ ഇൻ എനി സെനറിയോ, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അവിടെ ലവ് വന്നതെന്നുള്ള. ഈ കൃഷ്ണനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്യുള്ളൂ, ഓരോ ബുക്കുകളൊക്കെ ഇവർക്കൊക്കെ തന്നെ ഒരു സ്ഥായിയായ ഭാവമുണ്ട്, ഒരു ചിരിക്കുന്ന. അതെ, സത്യം ചോദിക്കുന്നത് അത് എങ്ങനെയത് ഇപ്പം ഈ സ്നേഹം എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റ് കൊണ്ടാണോ അത്? മേ ബി ഇപ്പോൾ ശരത്തേനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു ഉപാസന അല്ലെങ്കിൽ സാധന ചെയ്യുന്ന സമയത്ത് ഉപാസനാമൂർത്തിയുടെ ഗുണങ്ങൾ നമ്മളിലേക്ക് വരുന്നതാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഭഗവതിയെ ആരാധിക്കുമ്പോൾ ഭഗവതിയുടെ രീതി നമ്മളിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ്, നമ്മുടെ ശരീരം പോലും മാറുന്നു. ഇപ്പോൾ ഹനുമാൻ സ്വാമിയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരുടെ ശരീരം നോക്കി അറിയാം.
അയ്യപ്പസ്വാമി ആരാധിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പരാശക്തിയുടെ വിവിധ ഭാവങ്ങൾ, പ്രദേശമഹാവിദ്യയിലുള്ള ആൾക്കാരെ ആരാധിക്കുന്ന ആൾക്കാർ, അവരുടെയൊക്കെ ഇപ്പോൾ ഈവൻ ഇത് മിസ്ഇൻട്രപ്റ്റ് ചെയ്ത് ഇപ്പോൾ കുബേരനെ പോലത്തെ ആൾക്കാരെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കുബേരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ആളാണ്. ഒരു ഭാഗം തളർന്ന ആളാണ്, അങ്ങനെ കണ്ണിന് എന്തൊക്കെ പ്രശ്നമുള്ള ആളാണ്. അതൊക്കെ അവർക്ക് എന്താ പറയുക, ഉപാസനകൾ അങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അതായത് താതാത്മ്യം വരും മൂർത്തിയായിട്ട്. നമ്മൾ കുബേരനെ പൈസ കിട്ടാൻ വേണ്ടി ഭജിക്കുമ്പോൾ കുബേരന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിക്കൊള്ളണം. കൃഷ്ണനെ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഭാവത്തിൽ ഭഗവാനെ കാണുന്നുള്ള കൂടിയുണ്ട്. ഭഗവാൻ നിങ്ങൾ സുദർശനൊക്കെ എടുത്ത് നിൽക്കുന്ന കണ്ഠകനായിട്ടുള്ള കൃഷ്ണനായിട്ടാണ് കാണുന്നതെങ്കിൽ ഭഗവാന്റെ ശരീരത്തിൻ്റെ പ്രത്യേകമായിട്ട് പറയും. സാധാരണ സമയത്ത് സ്ത്രീകളുടെ പോലത്തെ മൃദുലമായിട്ടുള്ള ശരീരവും യുദ്ധസമയത്ത് വജ്രതുല്യം കാഠിന്യമായിട്ടുള്ള ശരീരം എന്ന് പറയും കൃഷ്ണ ശരീരം. കൃഷ്ണനെ പോലത്തെ ഒരു യോദ്ധാവ് അന്ന് ഉണ്ടായിരുന്നില്ല ആ കാലത്ത് എന്നാണ്. രാജാവായിട്ടില്ല. ഇല്ല, ഭഗവാൻ എപ്പോഴും ഒരു ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ കിങ് മേക്കർ ആവാനായിരുന്നു കൃഷ്ണ ഇഷ്ടം. ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു കൃഷ്ണൻ. നമ്മൾ ഒരു പൊളിറ്റിക്കൽ സെനാറിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഭഗവാൻ ഒരിക്കലും ഒരു റൂളിംഗ് എലമെൻറ്റ്സ് ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം മറ്റുള്ളവരെ കൊണ്ട് നല്ല റൂളിംഗ് ഉണ്ടാക്കാൻ എപ്പോഴും ശ്രമിച്ചത്. അത് ഭഗവാൻ ചെയ്യുകയും ചെയ്തു. ഭഗവാൻ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതാണ്. എപ്പോഴാണോ ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരനെ രാജാവാക്കി ഒരു യാഗം ചെയ്ത് രാജസൂയം നടത്തി കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ഇനി നല്ല ഭരണമായിരിക്കും എന്ന് കരുതിയാണ് ഭഗവാൻ പിന്നീട് പോകുന്നത്. അപ്പോഴാണ് ഇയാൾക്കുണ്ടാവണ ഈ വെല്ലുവിളികളും ചൂതുകളിയിലും ഭ്രമിച്ച് ആ ഉണ്ടാക്കിയ എക്കോസിസ്റ്റത്തിനെ മൊത്തം കൊളാപ്സ് ആവുന്നത്. ഭഗവാൻ ശക്തനെ കൃത്യമായിട്ട് എല്ലാ പ്രഭാഷണം കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഭഗവാൻ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഭാരത യുദ്ധം ഒളിച്ചോട്ടം ഉള്ള ഒരാളാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. പല കോണ്ടസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു കോണ്ടസ്റ്റിന് എന്ത് മറുപടി? ഇല്ല, അത് പറയുന്നത് ഇപ്പൊ ജരാസന്ധനായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. ജരാസന്ധൻ എത്രയോ തവണ ഭഗവാനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഭഗവാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജരാസന്ധന്റെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ തോൽപ്പിച്ചു വിടും, ജരാസന്ധനെ മാത്രം കൊല്ലില്ല. അത് രണ്ട് രീതിക്കും പറയാം. ഒന്ന് ഇതിന്റെ കഥാംശം പറയാം. ഭഗവാൻ ദ്വാരകയിലാണല്ലോ, ദ്വാരക പിന്നീടാണ് വരുന്നത്. മധുരയിലെ രാജാവായിട്ടാണ് ഉഗ്രസേനന്റെ കൂടെയാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. അപ്പം മധുരാധിപതയെ നമ്മൾ കൃഷ്ണനെ വിളിക്കുമെങ്കിലും ശരിക്കും മധുരയുടെ അധിപതി ഉഗ്രസേനാണ്. ഭഗവാൻ കിങ് മേക്കറായിട്ട് ഒപ്പം നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജരാസന്ധന്റെ പുത്രിയാണ് കംസന്റെ ഭാര്യ. ജരാസന്ധന്റെ 2 ഭാര്യമാരെയാണ് കംസൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാര്യമാരെ അല്ലെങ്കിൽ കുട്ടികളെ വിധവയാക്കിയവല്ലോ കൃഷ്ണൻ എന്ന വൈരാഗ്യം ജരാസന്ധനുണ്ട്, ഉള്ളിനുള്ളിലുണ്ട്. അപ്പം ജരാസന്ധൻ എന്ന് പറയുന്ന ഈ രാജാവ്, മഗധയിലെ രാജാവാണ് അദ്ദേഹം ഈ മധുര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്രമിക്കും. അപ്പം അദ്ദേഹം കുറേ സാമന്തന്മാരായിട്ടാണ് വരിക. അപ്പം ഭഗവാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സാമന്തന്മാരെയൊക്കെ വധിക്കും, ഇയാളെ വധിക്കില്ല. 2 കാരണങ്ങൾ ഇതിൽ പറയും. ഒന്ന്, ഭഗവാന്റെ കൈകൊണ്ടുള്ള വധം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. അത് ജരാസന്ധൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ജര എന്ന് പറയുന്ന ഒരു അസുര സ്ത്രീയാൽ സന്ധിക്കപ്പെട്ടവനാണല്ലോ അത് ഭഗവാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇയാളുടെ മനസ്സിൽ ഈഗോ മാറുന്നൊന്നുമില്ല. ഈഗോ മാറുന്നവർക്കേ മോക്ഷമുള്ളൂ. ഭഗവാൻ ഒരാളെ ഇപ്പം ഞാൻ തന്നെ പല പ്രഭാഷണങ്ങളിലും തമാശയായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ ദേവാസുരം എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, നീലകണ്ഠൻ്റെ കൈകൊണ്ടുള്ള അടി കൊള്ളാനുള്ള യോഗ്യത വേണമെന്നാണ്. അല്ലേ, ഞാൻ ഒരാളെ അടിക്കണ ആൾക്കൊരു യോഗ്യത വേണം. അപ്പോൾ കൃഷ്ണൻ ഒരാൾക്കെതിരെ ആയുധം എടുക്കണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവരൊരു മഹത്വം വേണം. ഇപ്പോൾ ചില ഇതിൽ പറയാറുണ്ട്, നമ്മൾ ഒരു സിംഹം അതിന് കിട്ടിയ ഭക്ഷ്യമായിട്ട് ഗുഹയുടെ മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുറുക്കൻ ഒന്നിങ്ങനെ വെല്ലുവിളിക്കുക, അത്രേ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സിംഹം ഇറങ്ങിപ്പോയാൽ എന്താ പ്രശ്നം? ഒരു സില്ലി വെല്ലുവിളിയാണത്. നെവർ മാറ്റർ. അതൊരു എന്താ പറയുക, ഒരു തൃണവൽക്കരിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാൻ ഇടപെടാറില്ല. അപ്പോൾ എന്ത് ചെയ്യും? 2 കാര്യങ്ങൾ പറയും. ഒന്ന്, ഭഗവാന്റെ കൈകൊണ്ടുള്ള മോക്ഷം ഇയാൾ ആഗ്രഹിക്കുന്നില്ല, അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. 1. 2 എന്ന് പറഞ്ഞത് ഇയാൾ വീണ്ടും കുറേ ദുഷ്ടന്മാരായിട്ട് വരും. ഓരോ തവണ പറഞ്ഞു വിടുമ്പോഴും ഭഗവാന്റെ കർത്തവ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഭൂഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? കുറേ ദുഷ്ടന്മാരെ ഇയാൾ കൊണ്ടുവന്ന് ഇങ്ങനെ സപ്ലൈ ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. ഭൂമിയുടെ ഭാരം ഇങ്ങനെ തീർത്ത് വിടാം. 21 തവണയൊക്കെയാണ് ഇയാൾ ഈ പറയുന്ന പോലെ യുദ്ധമായിട്ട് വരണം. അപ്പോഴൊക്കെ ഭഗവാൻ ജരാസന്ധനെ മാത്രം വധിക്കില്ല, ബാക്കിയുള്ളവരൊക്കെ തോപ്പിച്ചു വിടും. അങ്ങനെ പാവം ഭഗവാൻ പോലും തോന്നിയതാണ്, എത്ര വട്ടായി ഇത് ചെയ്യുന്നു, ഇയാളൊന്ന് ജയിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഒരിക്കൽ ഭഗവാൻ ഭയന്ന് ഓടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം യവനനുമായിട്ട് വരികയും യവനനെ ഭഗവാൻ മുചുകുന്ദനെ കൊണ്ട് കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം ഞാൻ പറയാം. ഇതിനെ നമ്മൾ ഇന്നത്തെ സെനാറിയോയിൽ എടുക്കുകയാണെങ്കിൽ യുദ്ധം എല്ലാ കാലത്തും ഒരു രാജ്യത്തെ സാമ്പത്തികമായിട്ട് തകർക്കും. തീർച്ചയായിട്ടും ഏത് രാജ്യമാണെങ്കിലും, ഈവൻ ഏത് നമ്മുടെ രാജ്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മധുരയ്ക്ക് വലിയ രീതിയിലുള്ള ഈ ആക്രമണങ്ങൾ ഭഗവാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാ സമയത്തും മധുരയുടെ ഫൈനാൻഷ്യൽ കാപ്പബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പിന്നെ എപ്പോഴും ആക്രമണം നേരിടുന്ന ഒരു രാജ്യത്ത് ഒരു എന്ത് സമാധാനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ദിവസം കൊണ്ട്, രാത്രി കൊണ്ട്
ഈ ജരാസന്ധൻ യുദ്ധത്തിന് യവനനുമായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ തലേന്ന് തന്നെ ഭഗവാൻ വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രത്തിന് നടുക്ക് ദ്വാരക പണിയിച്ചു എന്നാണ് സങ്കല്പം. മായാശക്തി കൊണ്ട് ബലഭദ്രനും ഭഗവാനും കൂടെ ഒരുമിച്ച് ദ്വാരക എന്ന് പറയുന്ന പട്ടണത്തെ മൊത്തത്തിലൊരു മധുര മൊത്തം ഷിഫ്റ്റ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് ദ്വാരകയിലേക്ക് മാറ്റി. അതെ, ബലഭദ്രനും ഭഗവാനും കൂടെ ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ജരാസന്ധൻ ആക്രമിക്കാൻ വരുമ്പോൾ മധുരയിൽ ആരുമില്ല, ഒന്നുമില്ല, കൊണ്ടുപോകാൻ പോയി. അപ്പോൾ ഭഗവാൻ ഈ പറയുന്ന എല്ലാവരിൽ നിന്ന് രുക്മിണി ചോദിക്കുന്നുണ്ട്. കർക്കിച്ചിത്ത് അധ്യായം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് ഭാഗവത്തിൽ. അപ്പോൾ ഭഗവാൻ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരിക്കൽ തമാശയ്ക്ക് രുക്മിണിയോട് പറയുന്ന വളരെ വിശേഷമായിട്ടുള്ള ഒരു അധ്യായമാണ് ഭാഗവത്തിൻ്റെ കോർ കർക്കിച്ചിത്ത് അധ്യായം എന്ന് പറയും. ഭഗവാൻ മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായം കർക്കിച്ചിത്ത് അധ്യായം എന്ന് പറഞ്ഞ കഥയൊക്കെയാണ്. അപ്പോൾ അവിടെ രുക്മിണി ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ രുക്മിണിയോട് പറയുന്നു, താൻ ചോസ് ചെയ്ത ആൾ മാറിപ്പോയി, ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല, എനിക്ക് എന്തിൻ്റെ കാര്യമുള്ള, അങ്ങ് പൂ പോലെ വെളുത്തിട്ട് ഞാൻ കണ്ടില്ലേ കരിക്കട്ട പോലെ കറുത്തിട്ട്, അങ്ങനെ കുറേ കമ്പാരിസൺ പറയും ഭഗവാൻ. അങ്ങേക്ക് വലിയ രാജപദവി ഉണ്ട്, എനിക്ക് രാജപദവി ഇല്ല, കുറേ കമ്പാരിസൺ പറയും. അതിലൊന്ന് ഭഗവാൻ പറയുന്ന ഒന്നാണ് ഈ പറഞ്ഞത്, എന്ത്, ഞാൻ രാജാക്കന്മാരെയൊക്കെ പേടിച്ച് കടലിന് നടുക്ക് കൊട്ടാരം കെട്ടി ഭീരുവായി ജീവിക്കുന്നൊരു ആളാണോ, എന്നെപ്പോലെ ഒരാളെയാണോ നിങ്ങൾ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത്? ഇതിന് രുക്മിണി കൊടുക്കുന്ന മറുപടി ഉണ്ട്. അതായത് സംസാര വിഷയങ്ങളാകുന്ന നീചന്മാരാകുന്ന അസുരന്മാരെ ഭയന്ന് ജ്ഞാനത്തിൻ്റെ സമുദ്രത്തിൽ പരമമായിട്ടുള്ള അറിവായിട്ടുള്ള ദ്വാരകയ്ക്ക് 9 ദ്വാരങ്ങളുണ്ട്, 9 പ്രവേശന കവാടമുണ്ടെന്ന്. 9 ദ്വാരങ്ങളുടെ എന്താ, നവദ്വാരങ്ങൾ നമ്മുടെ ശരീരമാണ് ദ്വാരക എന്ന്. ആ ദ്വാരകയുടെ അധിപതിയായിട്ട് അങ്ങിരിക്കുന്നു. അതായത് എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിനും എൻ്റെ ആത്മാവായിരിക്കുന്നു അവിടെ നല്ല ഭഗവാനെന്ന്. അങ്ങനെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. രണ്ട് രീതി അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ എടുക്കുകയാണെങ്കിലും ഭഗവാൻ ഈ ജരാസന്ധനെ തൻ്റെ കൈകൊണ്ടുള്ള വധം, മോക്ഷം ആഗ്രഹിക്കുന്നില്ല ഭഗവാൻ എന്നുള്ളത് കൊണ്ടും, രണ്ടാമത് പരമമായിട്ടുള്ള ചൈതന്യം ഭഗവാനാണെന്ന് കാണിക്കാൻ വേണ്ടിയും ചെയ്തു. ശ്രീശുഖൻ തന്നെ കൃത്യമായിട്ട് ഭാഗവതം അവസാനിക്കുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് പരീക്ഷത്തിന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പരീക്ഷത്തെ ഇതൊക്കെ കഥകളാണ്, ഈ കഥകളിൽ നിന്ന് ഞാൻ പറയുന്ന സൂക്ഷ്മാംശത്തെ, തത്വത്തെ നീ ഗ്രഹിക്കുന്നതാണ്. തലമുറയോട് പറയാനുള്ളത് അതാണ് ഇന്ന് ചെയ്യേണ്ടത്. വെറും കഥകളിൽ മാത്രം നമ്മൾ അഭിരമിക്കാതെ അതിനകത്തുള്ള തത്വത്തെ എടുക്കുക എന്നുള്ളതാണ്. തത്വാംശമില്ലാതെ കഥ കേട്ട് മാത്രം മാറുന്നൊരു സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ പരമമായിട്ടുള്ള അറിവ് എന്നും നമുക്ക് തീണ്ടാപ്പാടകലയായിട്ട് മാറും. അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് മാറും. ഈ ഭഗവാൻ നിങ്ങളെന്നെ അത് നേരത്തെ പറഞ്ഞല്ലോ, പുത്രഭാവികനെ കാണുമ്പോഴും ബ്രഹ്മഭാവമാണെന്ന് ഞാൻ മറക്കരുതെന്ന് ഭഗവാൻ ഓർമ്മപ്പെടുത്തിയിട്ടാണ് അവതാരം മൊത്തം തുടങ്ങുന്നത്. ഭഗവാൻ ചെയ്യുന്നുണ്ട്. ഇവൻ ബാലലീലകൾ പറയുമ്പോൾ തുടങ്ങുന്നത് ഭഗവാന്റെ ആദ്യത്തെ ലീല, ഭഗവാൻ ഒന്ന് മുട്ട് കുത്തി തുടങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ഈ പാല് കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന പൈക്കിടാങ്ങളെ ഭഗവാൻ അഴിച്ചുവിടും. അതായത് കറക്കണ്ട പശുവിൻ്റെ കുട്ടീനെ പോയിട്ട്, കിടാവിനെ പോയിട്ട് അഴിച്ചുവിടും. പാല് മൊത്തം പോയി കുടിക്കും. അപ്പോൾ എന്തിനാ കൃഷ്ണ അങ്ങനെ ചെയ്യണത് എന്ന് ഗോപികമാർ ചോദിക്കുന്നുണ്ട്. ഭഗവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പറയത്ര, കുട്ടിയാണല്ലോ, 1 വയസ്സ് പോലും ആയിട്ടില്ല. ഭഗവാന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയത്രേ, ഭഗവാൻ അമ്മേ എല്ലാവരെയും അഴിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്, എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് എല്ലാവരും റിലീസ് ചെയ്യാനാണ്. അതിൻ്റെ സിമ്പിൾ കാണിച്ചതാ. നോക്ക്, അപ്പോൾ എവിടെ എത്തി? ഒരു പശുവിനെ അഴിച്ചു വിട്ടത് നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു? സംസാര ബന്ധനങ്ങളിൽ നിന്ന് മുഴുവൻ മോചനം തരാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് അങ്ങനെ കണക്കാക്കുക. അപ്പോൾ എന്തും നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ ഇന്നത്തെ സൊസൈറ്റിക്കും ഇന്നത്തെ ജനറേഷനും അനുസരിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്താൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. എന്തും ഒഴുകിക്കൊണ്ടിരിക്കണം. ശരത്തൻ പറയുന്ന പോലെ അത് കെട്ടിക്കടന്നു കഴിഞ്ഞാൽ അത് അഴുക്കായി പോകും. ഓരോ കോണ്ടാക്ട്സ് ധർമ്മത്തിന് അതിൻ്റേതായിട്ടുള്ള നിർവചനം ഉണ്ട് എന്നുള്ളതാണ്. ശരത്തേട്ടൻ പല പ്രഭാഷണങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ഈ പാണ്ഡവർ മദ്യപിക്കുന്നൊരു സീനുണ്ട്. എല്ലാവരും വട്ടം കൂടിയിരുന്ന് കമ്പനി കൂടുന്ന സമയമാണ്. അപ്പോഴാണ് ഭഗവാൻ കയറി വരിക, കൃഷ്ണൻ. അപ്പോൾ ഈ അർജുനൻ, ഈ കുറച്ച് മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുന്ന അർജുനന്, ചില ആളുകൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ഈ മദ്യപിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന ഒരു പാട്ട് പാട്, ഒന്ന് ഡാൻസ് കളിക്കുക, ഒക്കെ പറയുമല്ലോ. അതേപോലെ കൃഷ്ണൻ കയറി വരുന്ന സമയത്ത് അന്ന് യുദ്ധത്തിന് നിങ്ങളൊരു പാട്ട് പാടിയില്ലേ, ആ പാട്ടൊന്ന് വിറച്ച് പാടും. ഏത് പാട്ട്? ഗീതയാണ്. ആ പാട്ടാണ് ഇപ്പോൾ ഈ വെള്ളം അടിച്ച തത്സല്യത്തിൻ്റെ പാടാൻ പറയുന്നത്. ഭഗവാൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുക. അതിനപ്പോഴാണ് തെറ്റ് മനസ്സിലാവുക. ഓടിപ്പോയി പിന്നാലെ പോയി കാലിൽ വീണ് മാപ്പി വയ്ക്കും. ഭഗവാൻ അറിയാതെ പറ്റിയപ്പോയതാണ് ക്ഷമിക്കണം എന്നുള്ളത്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഇതിന് എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്? അന്ന് ഉപദേശിച്ച സമയത്ത് നീയും ഞാനും ഇന്നില്ല. ഇന്ന് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത് 2 കോണ്ടെക്സ്റ്റിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ട ഉപദേശം ഞാൻ നിനക്ക് പ്രത്യേകം തരാമെന്ന് പറഞ്ഞിട്ട് അനുഗീത എന്ന് പറയുന്ന പ്രത്യേക ഗീത വീണ്ടും പറയും. അനുഗീത
അപ്പോൾ ആലോചിച്ച് ഓരോ കോണ്ടെക്സ്റ്റിലും ഇൻഫർമേഷൻ മാറുന്നുണ്ട്, കൊടുക്കേണ്ട മെസ്സേജ് മാറ്റാണ്ട് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മളെന്തിനാണ് വേണ്ടി കാണിക്കുന്നത്? അതെ, ഒരു ലൈഫ് അത് നമുക്ക് ലൈഫിൽ ചേഞ്ചസ് വരുന്നതനുസരിച്ച് നമുക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ബാല്യകാലം ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പം ഈ ജനിച്ചു ഇപ്പോൾ പറഞ്ഞ കുറച്ച് കഥകൾ, അത് കഴിഞ്ഞിട്ട് ഈ മഹാഭാരതമായിട്ട് ഈ ഒരു കണക്ഷൻ വരുന്നുണ്ടല്ലോ. ലൈക്ക് ഹീസ് ഗെറ്റിംഗ് ഇൻ ടു ദിസ് എന്താ പറയുക, ഈ ഒരു വലിയൊരു എന്താ പറയുക ബിഗ് ഫ്രെയിമിലേക്കാണ് പുള്ളി വരുന്നത്. കാരണം അതുവരെ നമുക്ക് ശരിക്കും തോന്നുന്ന ഒരു കുഞ്ഞ് ഡോക്യുമെൻ്ററി ടൈപ്പിലാണ് ആ സാധനം പോകുന്നത്. പിന്നെ ഈ ഫ്രെയിമിലേക്ക് എങ്ങനെയാണ് ഒരു കടന്ന് ഒരുപാട് നേരത്തെ സൂചിപ്പിച്ചത്, അതായത് ഭഗവാന്റെ അവതാരദേശം 2 ടേമായിട്ടാണ് പൂർത്തിയാക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഈ ഹസ്തിനപുരി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സാമ്രാജ്യം, ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു പ്രത്യേക നഗരി ഉണ്ടാക്കി അവിടെ യുധിഷ്ഠിരനെ രാജാവാക്കി ധർമ്മം നോക്കി ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് രാജസൂയം നടത്തി ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരെയും യുധിഷ്ഠിരന് കീഴിലാക്കി കൊടുത്തിട്ടാണ് ഭഗവാൻ പോരുന്നത്. ഭഗവാൻ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനേ നോക്കിയിട്ടുള്ളൂ, യുദ്ധം കൊണ്ട് തീരേണ്ടത് വേണ്ട എന്നേ ഭഗവാൻ നോക്കിയിട്ടുള്ളൂ. അവിടെയാണ് നമ്മളെപ്പോലുള്ളത്. ഭഗവാൻ എപ്പോഴും നമ്മളോടും പറയുന്നത് അതാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം താല്പര്യപ്രകാരം ഓരോന്നിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതിന് അയ്യോ ഭഗവാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. അവിടെ കൃത്യമായൊരു ഭരണ സംവിധാനം ഉണ്ടാക്കി അതിന് വേണ്ട ഇവൻ ഒരു പ്രധാനമന്ത്രിയും MLA-മാരെയും MP-മാരെയൊക്കെ ഭഗവാൻ തന്നെ ഒപ്പിച്ചു കൊടുത്തു. പറഞ്ഞു ഇനി നല്ല രീതിയിൽ രാജ്യം ഭരിച്ചോളൂ. യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു ചൂത് കളിക്കുള്ള വെല്ലുവിളി സ്വീകരിച്ച് ഭഗവാനോട് പറയാതെയാണ് പോകുന്നത്. അത് ആ ഒരു ഇതുണ്ടല്ലോ, പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ആ കോൺടെസ്റ്റ്. ലൈക്ക് അതെങ്ങനെ അവിടുത്തെ സംഭവം ഉണ്ടല്ലോ, പല ആൾക്കാരും നമ്മൾ ഒരു ഞാനൊക്കെ നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയുന്ന കാലത്ത് തന്നെ ഇപ്പം സീരിയലിലോ അല്ലെങ്കിൽ ബുക്കിലൊക്കെ വായിക്കുന്നതിൽ ചില കോൺടെസ്റ്റുകൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കൃഷ്ണനോടും പോലും പറയാതെയാണ് പോയിരുന്നത്. അങ്ങനെ ഇവരൊക്കെ ഇത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത് പറയാതിരിക്കുകയും ഉള്ളിൽ പോയി കളിക്കുകയും പിന്നീട് വിളിച്ച് ലാസ്റ്റ് ഓപ്ഷൻ വരുമ്പോഴാണ് കളിക്കുന്നത്. അത് അങ്ങനെ അതിനൊന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. വാട്ട് ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. അവിടെ ഭഗവാൻ എങ്ങോട്ടോ ഒരു തീർത്ഥാടനം എങ്ങോട്ട് മാറുന്നുണ്ട്. ദ്വാരകയിലല്ല ഭഗവാൻ ഉള്ളത്. ദ്വാരകയിലാണോ? അല്ല, ദ്വാരകയിലല്ല ഉണ്ടായിരുന്നത്. അതിന് വേറൊരു കഥ പറയും, ഞാൻ പറയാത്. ദ്വാരകയിലല്ല ആ സമയത്തുള്ളത്. ഭഗവാൻ എന്തോ ആവശ്യത്തിന് എവിടെയോ പോകുന്ന സമയത്താണ് ഈ ചൂതുകളി നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, കൃഷ്ണ ഞാൻ സമ്മതിക്കില്ല പറയുന്നുണ്ടത്. കാരണം ഈ ധർമ്മത്തിൽ ചൂത് കളിക്കാൻ വിളിച്ചാൽ പൊക്കോളണം എന്നുള്ള ധർമ്മത്തെ ഖണ്ഡിക്കാനുള്ള ന്യായം കൃഷ്ണനുണ്ട്. കൃഷ്ണൻ അത് ഗണ്ണിക്കും. അത് കൃത്യമായിട്ടുള്ള ധർമ്മം പറഞ്ഞുകൊണ്ട് തന്നെ, അതായത് റൂൾസിന് അപ്പാർട്ടായിട്ടല്ല, റൂൾസിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാൻ അതിനെ നേരിടുന്നത് യുധിഷ്ഠിരൻ അറിയാം. അപ്പോൾ അതാണ് പറയുന്നത് വേണ്ട, പറയണ്ട എന്നൊരു നിലപാടെടുക്കുന്നത്. പറയാതെ തന്നെയാണ് പോകുന്നത്. അവിടെ ഭഗവാൻ അറിയുന്നുണ്ട് ഇത് ഈ തോക്കുന്നത്. അപ്പോൾ ഭഗവാൻ ആലോചിക്കുന്നത് ഇനി എത്ര ആൾക്കാരുടെ ചോര ഒഴുകണം എന്നാണ് പറയുക ഇതൊരു മാറിക്കിട്ടാൻ. കാരണം പോയി, രാജ്യം പോയി, ദ്രൗപദി പോയി, എല്ലാം പോയി. അവിടെ ഭഗവാൻ ദ്വാരകയിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു സിംറ്റം പറയുന്നത്, അത് ഇന്നത്തെ കോണ്ടെക്സ്റ്റ് ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും കോട്ട് ചെയ്യാറുണ്ട്. ശരത്തേട്ടനും പറഞ്ഞു തന്നിട്ടാണ് എനിക്ക് അറിയുന്നതെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു. ശരത്തേട്ടൻ പ്രഭാഷണം ഏതാ നോക്കണം. രജസ്വലയാണ് ആ സമയത്ത് ദ്രൗപദി, പീരീഡ്സാണ്. അതായത് അവരൊരു പ്രത്യേക മുറിയിൽ പീരീഡ്സ് ആയിട്ട് പാർപ്പിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് തന്നെ നമുക്കറിയാം രജസ്വലയായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സംവിധാനം അല്ലെങ്കിൽ പരിഗണന ആ കാലം മുതലേ കൊടുത്തിരുന്നു. അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്, പ്രത്യേകം പരിഗണനയാണ്. ഈ ധർമ്മം ഒരിക്കലും മാറ്റി നിർത്തുന്നതിന്റെ ധർമ്മമല്ല ഇത്. അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരോട് ഈ 10 വരും ജനറേഷനോട് പറയേണ്ട ഒരു കാര്യമാണ്. അവർക്ക് പ്രത്യേക ഒരു എന്താ പറയുക ഒരു പരിഗണന കൊടുത്തു പരിഗണനയാണ്. നിങ്ങൾ ഇതിനെ ഈ ഒരു ധർമ്മത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ പുറകോട്ട് നീക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് പീരീഡ്സിനെ അശുദ്ധിയായിട്ട് കാണുന്നുള്ളത്. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. രജസ്വലയായിരുന്ന ദ്രൗപദിയെയാണ് പടയം വെച്ച് ചൂത് കളിക്കുന്നത്. ആ പടയം പണ്ടം പരാജയപ്പെടുന്ന സമയത്താണ് ദുശാസനൻ ഒരു മറയില്ലാതെ ആ അറയിലേക്ക് കയറി ചെന്ന് പറയുന്നുണ്ട്, ഞാൻ രജസ്വലയാണ്, എന്നെ തുടരുത്. അതായത് ഞാനിപ്പോൾ റെസ്റ്റ് വേണ്ട സമയമാണ്, എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നത്, തുടരുത് അശുദ്ധിയായതുകൊണ്ടല്ല. അവിടെയാണ് ദ്രൗപദിയുടെ മുടിക്കുത്ത് പിടിച്ച് വലിച്ചഴച്ചാണ് കൊണ്ടുവരുന്നത് അല്ലേ. വലിച്ചഴച്ച് കൊണ്ടുവന്നിട്ടാണ് പടയപ്പണ്ടത്തിന് എന്തിനാണ് ഇത്ര കണ്ട് വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ അഴിച്ചെടുക്കുക ദുശാസന ദുര്യോധനൻ പറയുന്നത്. ഇവിടെ 2 കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ സദസ്സിൽ കർണനുണ്ട്. കർണൻ ഒരു വാക്ക് എതിർത്ത് പറഞ്ഞിട്ടില്ല. കർണൻ ഈ പറയുന്നത് പോലെ സുഹൃത്ത് ബന്ധത്തിന് മാത്രമേയാണ് വാല്യൂ കൊടുത്തിരുന്നത്. സുഹൃത്തിനെ തിരുത്തുക എന്നുള്ളതാണ് സുഹൃത്തിൻ്റെ യഥാർത്ഥ ധർമ്മം എന്നുള്ളത് മുമ്പിൽ മറന്നുപോയി. അതൊരു പെൺകുട്ടിയാണ്, അതൊരു രാജ്ഞിയായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്, അയാൾക്കൊരു പരിഗണന കൊടുക്കണം, പരസ്യമായിട്ട് അപമാനിക്കരുതെന്ന് പറയാനുള്ള ഒരു സമയം കർണൻ കാണിച്ചില്ല.
ഇതേ കാര്യം ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം മരിക്കുന്ന സമയത്ത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ധർമ്മത്തെ വ്യാഖ്യാനം ചെയ്തതെന്നാണ്. ചോദിക്കണത് എങ്ങനെയാ? ഈ പറയുന്ന പോലെ ഭഗവാനെ എൻ്റെ ഈ രഥം താണ് കിടക്കുകയാണ്, ഇത് പൊക്കുന്ന സമയത്ത് ആയുധമില്ലാത്ത സമയത്ത് എന്നെ കൊല്ലുന്ന ധർമ്മമാണോ? സ്വന്തം ഇഷ്ടപ്രകാരം ധർമ്മം വ്യാഖ്യാനിക്കരുതെന്നാണ് കൊടുക്കുന്ന മറുപടി. അഭിമന്യുവിനെ കൊല്ലുന്ന സമയത്ത്, ദ്രൗപദിയുടെ വസ്ത്രം വയ്ക്കുന്ന സമയത്ത് നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു? കാരണം അത് ചോദിക്കും. അതുണ്ട് അവിടെ, ആ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അല്ലാതെ ചോദ്യം ആ ചോദ്യത്തിന് മുമ്പിലാണ് കർണൻ ഓക്കെ ഐ അക്സെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കർണനെ ഹീറോ ആക്കാൻ, എനിക്ക് കർണനെ ഭയങ്കര ഇഷ്ടമാണ്. കർണൻ്റെ എല്ലാ രീതിയിലുള്ള ഈവൻ പുരാണത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും ചില സമയത്ത് ഈ രാജസ്വയം നടക്കുന്ന സമയത്ത്, പുരാണത്തിൽ അങ്ങനെ കഥയൊന്നുമില്ല കേട്ടോ, സീരിയലിൽ ഈ ശിശുപാലൻ ഭഗവാനെ ദ്വേഷിക്കും, കുറേ തവണ ചീത്ത പറയുമല്ലോ. അതിലൊരു തവണ കർണൻ എഴുതിയെന്ന് ശിശുപാലൻ ഇനി ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ നിൻ്റെ തല ഞാൻ നടക്കുന്നത് ശിശുപാലൻ്റെ അടുത്ത് കർണൻ പറയുന്ന രംഗം കാണിക്കും. അങ്ങനെ ഒരു കഥയൊന്നുമില്ല കേട്ടോ. പക്ഷേ ശിശുപാലൻ പറയുന്നത് സൂതപുത്രനായ നീ എന്നെ കൽപ്പിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഭഗവാന് വേണ്ടി കർണൻ എഴുതിയിരുന്നൊരു സീനുണ്ട്. അത് ആ മസാലയ്ക്ക് വേണ്ടി അവർ ആഡ് ചെയ്താണ്. പക്ഷേ അത് കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാവും. അതായത് കൃഷ്ണനെ ദ്വേഷിക്കുമ്പോൾ പക്ഷെ കർണ ആ സമയത്ത് ചെയ്യാത്തതിൻ്റെ ആൻസറാണ് പിന്നീട് കൊടുക്കുന്നത്. പക്ഷെ കൃഷ്ണൻ നമ്മളെപ്പോഴും ആലോചിക്കല്ലോ, ഇപ്പോൾ ഈ പണ്ടത്തെ പറഞ്ഞാൽ ഈ ബാബുവിനെയൊക്കെ നായകൻ്റെ ടീമായിരുന്നെങ്കിൽ നന്നായിരുന്നു നമ്മൾ പറയുന്നു. അതുപോലെ കർണൻ എപ്പോഴും ഭഗവാന്റെ കൂടെ നിന്നായിരുന്നു. ആലോചിക്കാറുണ്ട് അങ്ങനെ സംഭവം. പക്ഷേ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇങ്ങനെ സമയങ്ങളിലൊക്കെ തന്നെ ഭഗവാന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ധർമ്മത്തിൻ്റെ പ്രസൻസ് ആണ്. തീർച്ചയായിട്ടും. ഇപ്പം പറഞ്ഞില്ല ഞാൻ ആ ടോപ്പിക്കിൽ ഈ ഡ്രസ്സ് വലിച്ചഴിക്കുന്ന സമയത്ത് പാഞ്ചാലി ഒരു കൈ ഇവിടെ പിടിക്കുന്നുണ്ട്. ഈ കൈ ഇവിടെ പിടിച്ചിട്ട് എന്നെ രക്ഷിക്കൂ, ധർമ്മപുത്രരെ എന്നെ രക്ഷിക്കൂ, ഭീമ എന്നെ രക്ഷിക്കൂ, ഭീഷ്മരെ ഒക്കെ വിളിച്ച് കരയുന്നുണ്ട്. അപ്പോഴൊക്കെ അഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, ഒരു പരിധി കഴിഞ്ഞാൽ അത് പോകുന്ന അറിയാം. ഇവിടെ പിടിച്ചിട്ട് കൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ട്. കൃഷ്ണ വിളിക്കുമ്പോൾ കൃഷ്ണൻ വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും ആചാര്യന്മാർ. ഒന്ന്, ഈ പിടുത്തം ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് രക്ഷിക്കാൻ കഴിയുന്ന എനിക്ക് എൻ്റെ ബോധ്യമുണ്ട്, ഞാൻ കംപ്ലീറ്റ് സറണ്ടർ ആയിട്ടില്ല, ഇല്ല എൻ്റെ ഈ ബലം ഉള്ളതുകൊണ്ട് ഇത് പോവില്ല എന്നൊരു ധാരണ ഉണ്ട്. അവിടെയാണ് ഒരു ഹോപ്പും നഷ്ടപ്പെടുന്ന സമയത്ത് രണ്ട് കൈയും പൊക്കിയിട്ട് ഗോവിന്ദ ദ്വാരകാവാസിൻ എന്നാണ് വിളിക്കുന്നത്. ആണ് ആ വാചകം ഭാഗത്തിൽ. എൻ്റെ ഓർമ്മശീലം അങ്ങനെ തന്നെയാണ്. ഗോവിന്ദ ദ്വാരകാവാസിൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഭഗവാൻ ഈ വസ്ത്രരൂപത്തിലുള്ള അവതാരം എടുത്തു എന്നാണ് പറയുക. വസ്ത്രാവതാരം എന്നാണ് അതിന് വിളിക്കുന്നത്. ഭഗവാൻ സാരി കൊടുക്കില്ല, ഭഗവാൻ സാരി ആയി എന്നാണ് ധർമ്മം പറയുന്നത്. രജസ്വലയായിട്ടുള്ളൊരു പെൺകുട്ടിയെ തൊടാൻ ഈ ധർമ്മത്തിന് ഒരു പ്രശ്നമില്ല, ഭഗവാന് തൊടാൻ. ഭഗവാൻ വസ്ത്രത്തിൻ്റെ രൂപത്തിൽ പാഞ്ചാലിയെ പോയി തൊട്ടു എന്നാണ്. അവിടെ എന്ത് അശുദ്ധിയാണുള്ളത്? ഇപ്പോൾ എവിടെ പരിഗണന നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലാണ് ഇതൊക്കെ പ്രശ്നം വരുന്നത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ധർമ്മത്തെ ഉള്ള ഒന്നായിരുന്നു ഈ ധർമ്മം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം എന്താ, പീരീഡ് സമയത്ത് നമ്മൾ അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് ശരിക്കും പൗരോഹിത്യം കൊടുന്ന ഒരു വലിയ ഇത് ഈ ഞാൻ ഒക്കെ മനസ്സിലാക്കുന്നത് ഇത് എവിടെയോ ഒരു സ്ലൈറ്റ് ചേഞ്ച് നടന്നിട്ടുണ്ട്. ധർമ്മം അത് നിർവചിക്കപ്പെട്ട കാലഘട്ടത്തിൽ നിന്ന് സഞ്ചരിച്ച് വരുമ്പോൾ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ഉൾട്ടയാക്കിയിട്ടുണ്ട്. എവിടെയോ ഒരു ഉൾട്ട പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്താണ് ഇന്നും ഈ ധർമ്മം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും ഫൂളിഷായിട്ടുള്ള പല കഥകളും വിശ്വസിച്ചുകൊണ്ടിരിക്കല്ലേ, നിങ്ങൾ മാളികപ്പുറത്തമ്മ അയ്യപ്പൻ്റെ കാമുകിയാണെന്ന് വിശ്വസിക്കല്ലേ, അമ്മയാണെന്ന് പഠിക്കൂ. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനാ? ഈ ചേഞ്ച് ഇനി ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇത് നിർവചിക്കപ്പെട്ട ഭാഗത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു തലമുറയാണ് സഫർ ചെയ്യാൻ പോകുന്നത്, ഒരാളോ രണ്ടാളോ അല്ല. അപ്പോൾ ഈ ധർമ്മം എന്താവും എന്നുള്ളത് അറിയില്ല. ഭഗവാൻ ഞാനാണ്, ഞാനും ഭഗവാനും ഭേദഭാവം ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം എൻ്റെയും കർത്തവ്യമാണ് ധർമ്മ സംസ്ഥാപനം. നമ്മുടെയൊക്കെ കർത്തവ്യമാണ് ധർമ്മ സംസ്ഥാപനം. ഏത് ധർമ്മം? ഈ ധർമ്മം ഞാൻ നിലനിൽക്കാനുള്ളത്. ഞാനും ഭഗവാന്റെ അംശമാണെങ്കിൽ ഭഗവാൻ ചെയ്യേണ്ടത് ഞാനും ചെയ്യണം. ഭഗവാൻ എന്തിനാ വന്ന ധർമ്മം സംസ്ഥാപിക്കാൻ? എൻ്റെ ഉത്തരവാദിത്തം എന്താ? ധർമ്മ സംസ്ഥാപനം. അങ്ങനെ കണ്ട് നമ്മൾ പെരുമാറും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാധവ സേവ, മാനവ സേവ. അതെന്തിനാ? അങ്ങനെ നിർവചിക്കപ്പെട്ടാൽ ഈ ധർമ്മം നിലനിൽക്കുള്ളൂ. മാനവ സേവ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മാധവ സേവ ആണല്ലോ. നമ്മൾ ഈ പറയുന്ന ഒരു കഥ പറയും, ശരത്തേട്ടനൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന കഥയാണ്. ഏകാദശി ദിവസം വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂർ പോയൊരു കഥ പറയും. അദ്ദേഹം ഗുരുവായൂർ രുദ്രതീർത്ഥക്കുളത്തിൽ കുളിച്ചിട്ട് കയറി വരുന്ന സമയത്ത് ഒരു അധകൃതനായിട്ടുള്ള കുട്ടി എന്ന് പറയപ്പെടുന്ന ഒരാൾ, അങ്ങനെ എനിക്ക് അധകൃതനൊന്നും ഇല്ല, ഒരു കറുത്ത കുട്ടി ഒരു പട്ടുകോണകം മാത്രം കൊടുത്ത് മേല് മൊത്തം മെഴുക്കായിട്ടുള്ളൊരു കുട്ടി ഇദ്ദേഹത്തെ പോയി തൊടും. വില്ലുമംഗലം ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ആളാണ്. അദ്ദേഹത്തെ പോയി പിടിക്കും. അപ്പോൾ ഇയാൾ നോക്കുക കുട്ടിക്ക് പൂണൂലുണ്ടോന്നോ? അധകൃതനാണല്ലോ. അപ്പോൾ പൂണൂലില്ല. അപ്പോൾ അശുദ്ധിയായി എന്ത് ചെയ്യണം? വീണ്ടും പോയി കുളിക്കണം. അപ്പോൾ വീണ്ടും പോയിട്ട് ഈ കുട്ടി പോയി കെട്ടിപ്പിടിക്കും, അച്ഛാന്ന് വിളിച്ചിട്ട്. അപ്പോൾ ഇയാൾ ചീത്ത പറയും,
എന്താണ് ഈ ചെയ്യുന്നത്, ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് അറിഞ്ഞുകൂടെ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. അപ്പോൾ ഇനി വരില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടി പോകും. അത് കഴിഞ്ഞ് ഇയാൾ വീണ്ടും പോയി കുളിക്കുമ്പോൾ ഈ കുരുത്തം കേട്ടത് എവിടെ ഒളിച്ച് നിന്നിട്ട് മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടി പിടിക്കും വില്ലുമംഗലത്തെ. ഭഗവാനാണെന്നുള്ള ഏകദേശം ഒരു കോൺസെപ്റ്റ് എന്നിട്ട് പോലും 3 തവണ വേണ്ടി വന്നു വില്ലുമംഗലത്തിനാണ്. അപ്പോഴാണ് ഇത് എന്ത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ഭഗവാനെ സ്മരിക്കുകയും ഇതേ കുട്ടിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത്. ഇതെല്ലാവരും രസം. എന്തിനാണ് കൃഷ്ണ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഞാനൊന്ന് പോയി തൊഴുതോട്ടെ എന്നാണ് വില്ലുമംഗലം ഭഗവാനോട് പറയുന്നത്. ഭഗവാനാണെന്ന് മനസ്സിലായതോടു കൂടി അശുദ്ധിയൊക്കെ പോയല്ലോ, പിന്നെ ആരായത്. അപ്പോൾ ഉണ്ണി വില്ലുമംഗലത്തിനോട് അച്ഛനാണ് അത്ര വിളിക്കുക. വില്ലുമംഗലത്തിനോട് പറയത്ര അച്ഛൻ എന്നെ ഒന്ന് എടുക്കുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാനാണല്ലോ ഇപ്പം എടുക്കായാലും എന്ത് എന്ന് വെച്ചിട്ട് ഇതിനെ എടുത്ത് ഒക്കത്ത് വയ്ക്കും. അപ്പോൾ ഭഗവാൻ വളരെ സീരിയസ് ആയിട്ട് പറയത്ര അച്ഛൻ ഈ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കൂ എന്ന് പറയത്ര. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ കാലത്തൊക്കെ പറഞ്ഞു വരുന്നത് ഏകാദശിക്ക് മാത്രം എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാനുള്ള അവകാശം ക്ഷേത്രപ്രവേശനത്തിന് മുമ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രേഖ പറയുന്നുണ്ട്. അതായത് ഒരു ദിവസം മാത്രം, വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കേട്ടോ, എല്ലാ ദിവസവും അല്ല. ഏകാദശി ദിവസം മാത്രം സെർട്ടൈൻ അനുവദീയമായിട്ടുള്ള ദൂരത്ത് നിന്നുകൊണ്ട് ഭഗവാനെ കാണാനുള്ള പ്രൊവിഷൻ ഈ പറയുന്ന കാസ്റ്റ് സെൻസേഷനിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ദിവസം ഇന്ന വിഭാഗത്തിൽപ്പെട്ട പല അധികൃതരെന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ ഉണ്ട്. ഭഗവാൻ ചുറ്റും നോക്കാനാണ് പറയണേ. ചുറ്റും നോക്കുമ്പോൾ എന്തോ എല്ലാവരും ചതുർബാഹുക്കളായിട്ടുള്ള വിഷ്ണുരൂപത്തിൽ കണ്ടുപോകും. ഞാനൊക്കെ പ്രഭാഷണത്തിൽ തമാശയ്ക്ക് പറയും, സർവത്തുണ്ടാക്കുന്ന ആൾ, മുല്ലപ്പൂ മുറിച്ചു കൊടുക്കുന്ന ആൾ, ഹലുവ വെക്കുന്ന ആൾ, ആനക്കാരൻ പാപ്പാൻ, പ്രസാദം കൊടുക്കുന്ന തിരുമേനി, എല്ലാവരും ചതുർബാഹുക്കളായിട്ടുള്ള വിഷ്ണു. എല്ലാവരും വിഷ്ണു സ്വരൂപം. അച്ഛനോട് ചോദിക്കത്രേ, ഞാൻ തന്നെയല്ലേ അവരും. പക്ഷെ ഇന്ന് നമ്മൾ കൃഷ്ണൻ ഗുരുവായൂരപ്പനോട് ബോർഡുണ്ട്. അത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ എന്താ അധികം ജനറേഷൻ മാറുന്ന കാലത്ത് ഇപ്പോൾ കുറേ എന്താ പറയുക, ലോകത്ത് മുഴുവൻ ഒരു ഇൻക്ലൂസീവ്നെസ് വരുന്ന കാലമാണ്. അപ്പം ജാതിയില്ല അങ്ങനെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് എനിക്കറിയാവുന്ന ഒരുപാട് വേറെ കമ്മ്യൂണിറ്റിയിലാണ് ഒരുപാട് ആൾക്കാർ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അവർക്ക് ഒരു തവണ ആ കണ്ണനെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ ഇതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ്റെ പ്രഭാഷണം തന്നെ പറഞ്ഞു, അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിതിന് എടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് നന്ദനം സിനിമയിലൊരു പാട്ടായിരുന്നു. അതിൽ കാർമുകിൽ വർണ്ണാൻ്റെ ചുണ്ടിൽ എന്ന് പറയുന്ന പാട്ട് ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. 3 കുട്ടികൾ പാടുന്നു. ആലോചിച്ചു, ഒരു കുട്ടി ഹിന്ദുവാണ്, ഒരു കുട്ടി ക്രിസ്ത്യനാണ്, ഒരു കുട്ടി മുസ്ലിമാണ്. ഇവർക്കാർക്കും അവസാനത്തെ കൃഷ്ണ എന്ന് പറയുന്ന നീട്ടിയുള്ള വിളി മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇന്നേ വരെ പറ്റിയിട്ടില്ല. കരഞ്ഞു, തൊണ്ടയിടറും. എനിക്കിപ്പോൾ പറയുന്നത് എൻ്റെ തൊണ്ടയിടുന്നു, എൻ്റെ കണ്ണിലുള്ളത്. കാരണം അത് വിളിക്കുന്ന സമയത്ത് ആ സമർപ്പണത്തിൽ ഭഗവാൻ അവരുടെ മനസ്സിൽ വന്നതാണ്. കൃഷ്ണനെ കാണുന്നത് അവരുടെ മനസ്സിൽ അടുത്ത് വന്നു, താതാത്മ്യം വന്നു. എക്സസൻസ് ഇല്ലാണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശരീരത്തിൽ ഇരിക്കാൻ പറ്റില്ലെന്നതില്ലേ. ആ വിളിക്കുമ്പോൾ മനസ്സിലാവുകയാണ് ഞാൻ ഇയാൾ ഒന്നാണ്. ഇപ്പോൾ എത്ര ആൾക്കാരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലോചിതമായി മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പോൾ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ ഭഗവാന്റെ നിശ്ചയം. പക്ഷെ പല അമ്പലങ്ങളും അങ്ങനെ ഇല്ല. ഇപ്പോൾ ഞാൻ തന്നെ വിചാരിക്കാനുണ്ട് ഇടയ്ക്ക്, ഭഗവാൻ ചിലപ്പോൾ അമ്മയോട്, ഇപ്പോൾ മൂകാംബിക അമ്മ പറയുന്നത്, അമ്മയായിട്ട് ഭഗവാൻ മാത്രം ഞാനിവിടെ അമ്മയായിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. മൂകാംബികയ്ക്ക് ആർക്കാണെങ്കിലും പോകാമല്ലോ, ആർക്കാണെങ്കിലും പോകാം. അല്ലെങ്കിൽ ഞാൻ എന്താ മലയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട്, അതെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ മലയുടെ മുകളിലുണ്ട്, നിങ്ങൾ വന്നോളൂ, എന്നെ കണ്ടോളൂ, ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഗുരുവായൂരിരിക്കുന്നത് മാത്രമാണ് ഞാനെന്ന് നിങ്ങൾ വാശി പിടിക്കല്ലേ, എല്ലാത്തിലും എന്നെ കാണാൻ നോക്കൂ. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെന്താ, വിഗ്രഹത്തിൽ മാത്രമല്ല ചുറ്റുള്ളതിൽ എന്നെ കാണാൻ പഠിക്കൂ, രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ചുറ്റുള്ളതിൽ മാത്രമല്ല കാണുന്നതിലൊക്കെ എന്നെ കാണാൻ പഠിക്കൂ. അവിടെ കഴിഞ്ഞു. അതാണ് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പറയും, യാതൊന്ന് കാണുന്നത്, അതെ, യാതൊന്ന് കാണുന്നത് നാരായണ പതിമ, യാതൊന്ന് കേൾപ്പത് നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്യുന്നത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഇതാണ് അദ്വൈതം. നമുക്ക് മലയാളത്തിൽ ശരത്തേട്ടൻ ജ്ഞാനപ്പാന പറഞ്ഞല്ലോ, അതിൻ്റെ അടുത്ത ഗ്രന്ഥം ഗുരുവായൂർ വയ്ക്കുന്ന 3ാമത്തെ പാട്ട് നാരായണീയം, ജ്ഞാനപ്പാന, ഹരിനാമകീർത്തനം. ഇത് 3 ഒരാളെ പ്ലേ ചെയ്യുക. അതിൽ ഹരിനാമകീർത്തനത്തിന് വരെ ഞാൻ പറഞ്ഞത് അദ്വൈതം മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് കാണുന്നോ അത് ഗുരുവായൂരപ്പൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഗുരുവായൂരപ്പനുള്ള പൂജ, നിങ്ങൾ എന്ത് കേൾക്കുന്നോ അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ പാട്ടുകൾ, എല്ലാം കാണുന്നതൊക്കെ ഗുരുവായൂരപ്പൻ. അത്ര ആ പറച്ചിൽ കഴിഞ്ഞത്. ആ അദ്വൈതമാണ് ആ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയോട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ സോക്കോൾഡ് ചതുർബാഹു വിഗ്രഹത്തിലിരിക്കുന്ന ആ ഭഗവാനാണെന്ന് മാത്രമല്ല, LKG നിൽക്കല്ലേ, അതെ, അപ്പർ ക്ലാസ്സസ് അപ്പർ ക്ലാസ്സിൽ പോയേ പറ്റും.